സൈഡിൽ നിന്ന് നടന്നു. ഈ സൈഡിൽ നിന്ന് വേദവായനയ്ക്കായിട്ട് ശലോം നൽകുന്നു. ദൈവമേ, നിന്റെ ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 15-ാം സങ്കീർത്തനം. ബർഗ്മോരെ കോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാരക്മോ. ദൈവതിരുനാമത്തിന് മഹത്വം. പൊന്നരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ഭവനത്തിലുണ്ടെന്ന് ശ്രുതിയായി വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ ജനം വന്ന് തടിച്ചുകൂടി. ഞാനിവിടെ വന്നപ്പോൾ സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് പുറകോട്ട് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ വാക്യം ഇതാ. ഇവിടെ നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആളുകൾ ഈ മുറ്റം നിറയെ ആയിട്ട് ഇരിക്കുമ്പോൾ, ഇതിൻ്റെ പ്രാരംഭ ആലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും എത്രമാത്രം ആളുകളൊക്കെ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എങ്കിലും ഇത്രയും ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഭവനത്തിലുണ്ടെന്ന് ശ്രുതിയായി വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആളുകൾ അവിടെ വന്നു കൂടി. പ്രിയമുള്ളവരെ, ഈ വന്നുകൂടിയ ജനത്തിൽ പല കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇവനെ എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിച്ച് ആലോചിച്ച് നടക്കുന്ന ഒരു കൂട്ടം, മറ്റൊരു കൂട്ടം യേശു വന്നിട്ട് പറയുന്നത് കേട്ടു, എന്നാലും ചുമ്മാ ഒന്ന് പോയി കണ്ടേക്കാം, ഈ പറയുന്ന പാർട്ടി ആരാ, എങ്ങനെ ഇരിക്കും എന്നൊന്ന് പോയി കണ്ടേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനം. മറ്റൊരു വിഭാഗം ചുറ്റുപാടിങ്ങനെ ജനക്കൂട്ടമൊക്കെ ഉണ്ട്, എന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് പോയി നോക്കാം എന്ന് ചിന്തിക്കുന്ന വേറൊരു വിഭാഗം. വേറൊരു വിഭാഗം
അവനെ കാണുവാനും അവനെ അറിയുവാനും അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് ആ ഒരു നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി വന്നുകൂടിയിരിക്കുന്ന ജനം. മറ്റൊരു വിഭാഗം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ആവശ്യത്തിലായിരിക്കുന്നവരെ, പ്രയാസത്തിലായിരിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വിഭാഗം. ഇവിടെയും നമുക്ക് ഈ ഗണത്തിൽപ്പെട്ട ആളുകളെയൊക്കെ നമുക്ക് ഇതിനിടയിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പലരുടെ മനസ്സിലും പല ചിന്തകൾ. കാരണം ഈ കീഴം മേഖലയിൽ ആദ്യമായിട്ട് ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ എന്ന നിലയിൽ 13-14 കുടുംബ യൂണിറ്റുകൾ അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഒരു അങ്കലാപ്പുണ്ടാവും. ഇത് എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളതിനെ സംബന്ധിച്ച്. കുറച്ചാളുകൾ ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊന്ന് കണ്ടേക്കാമെന്ന് ചിന്തിക്കുന്നവർ കാണും. കുറച്ചാളുകൾ വള്ളിക്കാട്ടിൽ അച്ഛനെ പ്രസംഗിക്കാൻ വരുന്ന കേട്ട്, എന്നാൽ പോയേക്കാം, കാരണം നല്ലൊരു പ്രസംഗം കേൾക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ കണ്ടേക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ കാഴ്ചപ്പാടുകൾ ഉണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ വന്നുകൂടിയ ആവശ്യക്കാരായി വന്നു ചേർന്ന ആളുകളെല്ലാം അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നത്. ഇന്ന് നാം ഈ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവകൃപ പ്രാപിക്കണം, ദൈവവചനം എന്നിൽ ഇറങ്ങി എന്നിൽ പരിവർത്തനം ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങി വസിച്ച് അതിൻ്റെതായ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ഈ കൺവെൻഷന്റെ തലവാക്യം തന്നെ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കാണാം, പാഠപുസ്തകത്തിന്റെ ആണെങ്കിലും നോട്ടീസിന്റെ ആണെങ്കിലും ആദ്യം കൊടുത്തിരിക്കുന്ന വാചകം, വചനം കേട്ടവരിൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ചെവി കിടക്കട്ടെ മറ്റൊരു ചെവി കൂടെ പോകുന്നവരിലല്ല. വചനം കേൾക്കേണ്ട രീതിയിൽ കേട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം പരിശുദ്ധാത്മാവ് അവരിൽ ഇറങ്ങി വസിക്കുന്ന ഒരു അനുഭവം. ഇന്ന് ഈ വചന കേൾവി കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കുന്ന ഒരു അനുഭവം. അതനുസരിച്ച് അർത്ഥമായി പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നപ്പോഴുള്ള ആ ഒരു സന്തോഷം കൊണ്ട് ഞാനതങ്ങ് പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ വളരെ ഭംഗിയായിട്ട് 2 യൂണിറ്റുകാർ ചേർന്ന് ഇത്രയും കാര്യങ്ങൾ ഭംഗിയാക്കി തീർക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഒരു ചെറിയ ആഗ്രഹമായിട്ട് തുടങ്ങി. ആഗ്രഹത്തിന് പള്ളി മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഈ 2 യൂണിറ്റുകാരും ചേർന്ന് വളരെ താല്പര്യത്തോടെ അത് ഇത്രത്തോളം ആക്കി തീർക്കുവാൻ ഭംഗിയായിട്ട് അവർ ഉത്സാഹിച്ചു. ഓരോ കാര്യങ്ങളിൽ ഒരു കാര്യങ്ങളിൽ പോലും വീഴ്ചകൾ ഉണ്ടാകരുത്, കുറവുകൾ ഉണ്ടാകരുത് എന്നുള്ള ചിന്തയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടി ആലോചിച്ച് എല്ലാം ഭംഗിയായിട്ട് അവരെ ക്രമീകരിച്ചു. അപ്പോ ആദ്യമേ തന്നെ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച ഇതിന്റെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അനുമോദിക്കും. അവരുടെ ഈ അധ്വാനങ്ങൾക്ക് ദൈവം തമ്പുരാൻ 30, 60, 100 ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സ്വാഗത പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ
ഈ വചന ശുശ്രൂഷയ്ക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് വള്ളിക്കാട്ടിൽ അച്ഛനാണ്. അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പ്രദേശങ്ങളിൽ എല്ലാവർക്കും അച്ഛനെ നല്ല പരിചയം ഉള്ള വ്യക്തിയാണ്. സുഗത ധ്യാന കേന്ദ്രത്തിന്റെ പ്രവർത്തകനായി വളരെ വർഷങ്ങൾ പ്രവർത്തിച്ചു. വിവിധ സ്ഥലങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ദൈവവചനം വളരെ ഭംഗിയായ രീതിയിൽ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ സംസാരിക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ പരിചയമുണ്ട്. ഔപചാരികതയുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഹാർദമായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട വള്ളിക്കാട്ടിൽ അച്ഛനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജയ്സച്ചനും ബെന്നിലച്ഛനും ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും ഫോണിലൂടെയും നേരിട്ടൊക്കെ ആയിട്ട് രണ്ടുപേരും ചെയ്ത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ രണ്ടുപേരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എബിൻ മാഷിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ സമയത്ത് ഇവിടെ ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ആയിരിക്കുവാൻ ഇടയായി. സന്ധ്യാനമസ്കാരം മുതൽ നമ്മളോടൊപ്പം ഉണ്ട്. സുമാഷിനെയും ഹാർദമായിട്ട് ഈ മീറ്റിംഗിലേക്ക് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റിമാർ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഹാർദമായിട്ട് ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ച് ഓടിപ്പാഞ്ഞിരുന്ന ഇതിൻ്റെ കൺവീനർമാര്, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, അവരെ ഞാൻ സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തായാലും അർത്ഥം വരണം. അവരാണ് ഇതിൻ്റെ എല്ലാം ഭരിക്കുന്നത്. അപ്പോൾ അവരെ സ്വാഗതം പറയേണ്ട കാര്യമില്ല. എല്ലാം വളരെ സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ വചന കേൾവിക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളെയും, നമ്മുടെ ഇതിൻ്റെ ചുറ്റുമായി താമസിക്കുന്ന ആളുകൾ, മണ്ണൂർപ്പള്ളിയിൽ ഇടവക്കാരുണ്ട്, കുന്നപ്പള്ളി ചെറിയ പള്ളിയിൽ ഇടവക്കാരുണ്ട്, വലിയ പള്ളിയിൽ ഇടവക്കാരുണ്ട്, അതുകൂടാതെ ഇതിൻ്റെ ചുറ്റുമായി താമസിക്കുന്ന ആളുകളെല്ലാവരും ഉണ്ട്. അതിന് കേൾവിക്കായിട്ട് ഈ കൺവെൻഷനിലേക്ക് വന്നിരിക്കുന്ന ആളുകളെയും ഹാർദമായിട്ട് ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൺവെൻഷന്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഗായക സംഘം എന്നുള്ളത്. നിങ്ങൾ കണ്ടു, ഇത്രയും പേര് വളരെ ഭംഗിയായിട്ട് ഗാനങ്ങൾ ഇവിടെ ആലപിച്ചു. പ്രത്യേകിച്ച് ആരും ഇവരെ പരിശീലിപ്പിക്കാനൊന്നുമില്ലായിരുന്നു. അവരത് സ്വയം താല്പര്യത്തോടെ എടുത്ത് അവർ തന്നെ സ്വയമായിട്ട് പരിശീലിച്ച് അവർ തന്നെ ക്രമീകരണം ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് അവര് ഇവിടെ ആ ഗാന ശുശ്രൂഷ നിർവഹിച്ചു. ഞാൻ നോക്കിയിട്ട് ഒരു കുറവ് മാത്രമേ കണ്ടുള്ളൂ. കാരണം പുരുഷ പ്രജകൾ ഈ എണ്ണത്തിൽ കുറഞ്ഞു വരും. ബാക്കിയെല്ലാം സ്ത്രീകളുടെ എണ്ണങ്ങളെ കണ്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒരു രീതിയിൽ അതിൻ്റെ അങ്ങളെ ഹർദമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മുടെ കൺവെൻഷനുകളെല്ലാം ഇമ്മാനുവേൽ സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തി വരുന്നത്. ഈ വർഷം
ഇമ്മാനുവൽ സുവിശേഷ സംഘത്തിൻ്റെ 75-ാം വാർഷികം ഒരു വർഷത്തെ പ്രോഗ്രാമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നതിൻ്റെ സമാപനത്തോടെ നമ്മൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മാനുവൽ സുവിശേഷ സംഘത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഈ മേഖലാ കൺവെൻഷനും ആരംഭിക്കുന്നത്. അപ്പോൾ ഇമ്മാനുവൽ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തകരും ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവരെ അതിൻ്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അതിൻ്റെ പ്രവർത്തകർ, അവരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഹാർദമായിട്ട് ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, മറ്റ് ആധ്യാത്മിക സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകർ, ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട കൊടിക്കാട്ടിലച്ഛൻ തെളിയിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അച്ഛന്മാരും പ്രസിഡന്റ്, സെക്രട്ടറി, ഇമ്മാനുവൽ സുവിശേഷത്തിന്റെ പ്രവർത്തകരൊക്കെ മുമ്പോട്ട് കയറി വന്ന് നമുക്കത് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത് ഇതിലേക്ക് പ്രവേശിക്കാം. ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ.
പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. അത്യധികമായ സന്തോഷത്തോടെയാണ് ഈ സന്ധ്യയിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. കുന്നുകുരുട്ടി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്നിട്ടുള്ള കൺവെൻഷനുകളിലെല്ലാം പല സമയങ്ങളിലായി വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാനുള്ള അവസരം എനിക്കും എൻ്റെ പിതാവ് വല്യച്ഛനൊക്കെയും ലഭിച്ചിട്ടുണ്ട്. അനുഭവങ്ങളെല്ലാം സന്തോഷത്തോടുകൂടെ ഈ സമയം ഓർക്കുന്നു. വീണ്ടും വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കുള്ള അവസരം എനിക്ക് ലഭിച്ചത്. ഒരുപക്ഷെ കോവിഡിന് ശേഷം ഈ വർഷമൊക്കെയാണ് കൂടുതൽ സജീവമായി ശുശ്രൂഷകൾക്കായി പോയി തുടങ്ങിയത്. കൂത്താട്ടുള്ളത്ത് ഒരു ദേവാലയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ചുമതലയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഈ സമയത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ കുറെ കാലങ്ങളായി വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ. അച്ഛൻ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചതിനും ഇതിൻ്റെ പ്രവർത്തകരും പള്ളി മാനേജിംഗ് കമ്മിറ്റിയും ഉൾപ്പെടെ എല്ലാവരും ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ചതിനുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും ആമുഖമായി ഈ സമയം പങ്കുവയ്ക്കട്ടെ. വലിയ നോമ്പിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ഒരു ആധ്യാത്മിക സംസ്കാരത്തിൽ വളരെയേറെ ശ്രദ്ധയും ആത്മീയ ചിന്തകളും ഒക്കെ നമുക്ക് രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇനി കടന്നു പോകുന്നത്. പ്രാർത്ഥനാ ജീവിതവും മത്സ്യമാംസാദികൾ വർജിച്ച് നൊയമ്പനുഷ്ഠിക്കുന്നതും യാമപ്രാർത്ഥനകളിലെ ചില പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഈ നൊയമ്പ് കാലത്ത് ഗൗരവമായി കടന്നു വരികയാണ്. വലിയ നൊയമ്പ് കാലത്തെ വിശുദ്ധ കുമ്പസാരവും അതോടൊപ്പം തന്നെ നൊയമ്പിന്റെ സമാപ്തിയോടടുക്കുമ്പോൾ കഷ്ടാനുഭവാഴ്ചയും ഓശന്നായും പെസഹായും ദുഃഖവെള്ളിയും ഉയർപ്പ് പെരുന്നാളും ഒക്കെയാണ് നമ്മുടെ മനസ്സിന്റെ ഓർമ്മകളിൽ ഈ നൊയമ്പ് കാലത്ത് സജീവമാകുന്നത്. എന്നാൽ നമ്മുടെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടും കൗദാശിക ജീവിതവുമായി ബന്ധപ്പെട്ടുമുള്ള ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തയിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ നാം വളരെ ഗൗരവത്തോടുകൂടെ സമീപിക്കേണ്ട ചില ചിന്തകൾ ഈ നൊയമ്പ് കാലങ്ങളിൽ നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നൊയമ്പിനെ കുറിച്ച് നമ്മുടെ പിതാക്കന്മാരുടെ നമസ്കാരങ്ങളിലെല്ലാം പ്രധാനമായി പങ്കുവയ്ക്കുന്ന ഒരു സന്ദേശം സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാകുന്ന നോമ്പെ സമാധാനത്തോടെ വരിക എന്നാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ നൊയമ്പ് എന്നുള്ളത് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നൽകുന്ന ഒരു ടൂളാണ്. ഈ തലത്തിൽ നിന്നുകൊണ്ട് നൊയമ്പിനെ കാണുകയും സാത്താനോട് യുദ്ധം ചെയ്യാനുള്ള ആയുധ ശേഖരണം നടത്തുകയും ചെയ്യുന്ന ഒരു തലത്തിൽ നമ്മുടെ നൊയമ്പ് അനുഷ്ഠാനത്തെ നാം പരിഗണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനാണ് പ്രധാനമായും ഈ സന്ധ്യയിലെ സന്ദേശത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സാത്താനോടുള്ള യുദ്ധം എന്നത് പലപ്പോഴും നാം അങ്ങനെ ഗൗരവമായി എടുക്കാത്തൊരു വിഷയമാണ്. യുദ്ധം നമ്മുടെ എല്ലാ ജീവിതത്തിൽ നല്ലവണ്ണം ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന മേഖലകളിലെല്ലാം നാം നല്ലവണ്ണം യുദ്ധം ചെയ്താണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിത പരിസരങ്ങളോട്, നമ്മുടെ പ്രശ്നങ്ങളോട്, നമ്മുടെ സങ്കടങ്ങളോട്, നമ്മുടെ ജീവിതത്തിന്റെ വേദനകളോട്, പ്രയാസങ്ങളോട്, നമ്മെ വെറുക്കുന്നവരോട്, നമ്മെ അപമാനിക്കുന്നവരോട്, കുറ്റപ്പെടുത്തുന്നവരോട് ഒക്കെ നാം യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നാം നിരന്തരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാത്താനോടുള്ള യുദ്ധമായി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ യുദ്ധത്തെ നാം കാണുന്നുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ അതെങ്ങനെയാണ് കാണേണ്ടത്
എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നതിനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്ത് പങ്കുവച്ചിട്ടുള്ള ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സഭയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുക. തുറന്ന മനസ്സോടെ ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് കാതോർക്കാം. വേദഭാഗം ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ആധ്യാത്മിക ജീവിതം എന്നത് ഈ ലോകത്ത് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതചര്യകളിൽ നിന്നും രീതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കുകയില്ല. ഒരു ക്രിസ്ത്യാനി തന്റെ ജീവിതത്തെ സമീപിക്കേണ്ട ചില രീതികളും ശൈലികളുമുണ്ട്. അങ്ങനെ അവൻ ജീവിക്കുമ്പോഴാണ് അവന്റെ ക്രിസ്ത്യൻ ജീവിതം സമൂഹം ശ്രദ്ധിക്കുകയും അങ്ങനെ അവനിലൂടെ ക്രിസ്തു മഹത്വപ്പെടുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മിക ജീവിതം എന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടല്ല പലപ്പോഴും പോകുന്നത്. ആത്മീയ ജീവിതം ഒരു വഴിക്ക്, ഭൗതിക ജീവിതം മറ്റൊരു വഴിക്ക് എന്ന നിലയിലാണ് പലപ്പോഴും നാം നമ്മുടെ ജീവിതങ്ങളെ സമീപിക്കുന്നത്. പ്രാർത്ഥന, യാമനമസ്കാരങ്ങൾ, വിശുദ്ധ കുർബാന, കൗദാശിക ശുശ്രൂഷകൾ, ഇങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതങ്ങൾ ഒരു വശത്ത് ഇങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുവെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ അസൂയ, കുറ്റം പറയുന്ന സ്വഭാവം, ഏഷണി, പിണക്കം, കുറ്റം പറയല്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പാപശീലങ്ങൾ മറുവശത്ത് ഇങ്ങനെ ഒരു പാരലൽ ലൈനായിട്ട് പോകും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇങ്ങനെ ഒരു വഴിക്ക് പോകും, ഭൗതിക ജീവിതം വേറൊരു വഴിക്ക് പോകും. ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. നാം ശ്രദ്ധിക്കാം, നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചില ശുശ്രൂഷകൾ, ചില കൗദാശിക അനുഭവങ്ങൾ തന്നെ എടുക്കാം. നമ്മളൊരു വീട് പണിതു എന്ന് കരുതുക. വീട് പണിത് കഴിഞ്ഞാൽ അത് കൂദാശയാകുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് വികാരിയച്ഛനെ, വൈദികരെയൊക്കെ വിളിച്ചു കൊണ്ടുവരും. അവർ വന്ന് ആ കൂദാശ നിർവഹിച്ചത് സമർപ്പിക്കും, ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. ആത്മീയതയുടെ പാർട്ട് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഭൗതികതയുടെ പാർട്ട് ആരംഭിക്കുകയാണ്. അവിടെ നമ്മുടെ സൽക്കാരങ്ങൾ, അതിനകത്തൊരല്പം മധ്യസൽക്കാരങ്ങൾ, ഇങ്ങനെ ദൈവവചനം എന്ത് എതിര് പറയുന്നോ അതെല്ലാം അവിടെ ചെയ്തു കൂട്ടും. ഒരു വശത്ത് നമ്മളിപ്പോ ഒരു മാമോദീസ എന്ന വിശുദ്ധ കൂദാശ നടത്തുകയാണ്, വിവാഹം എന്ന വിശുദ്ധ കൂദാശ നടത്തുകയാണ്. ഏത് കൗദാശിക ജീവിതം നമ്മൾ ചേർത്ത് വെച്ചാലും, നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് കൗദാശിക ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെച്ചാലും ആത്മീയ ജീവിതം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകും, ഭൗതികമായത് വേറൊരു വശത്തു കൂടെ പോകും. ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെടണം എന്നുള്ളൊരു ബോധം പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ആത്മീകമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ ഒരു കാലഘട്ടം തന്നെ എടുക്കാം. നൊയമ്പ് കാലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചില പ്രാർത്ഥനാ രീതികൾ, ചില ചിട്ടവട്ടങ്ങൾ, ചില അനുതാപ ചിന്തകൾ, ദൈവവചനത്തോടുള്ള ഗൗരവമേറിയ ചില താല്പര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. എന്നാൽ നൊയമ്പങ്ങ് തീർന്ന് ഉയർപ്പ് പെരുന്നാളങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാം ഏതെല്ലാം പാപശീലങ്ങൾ ഉപേക്ഷിച്ചു, ആ പാപശീലങ്ങൾ അതിന്റെ ഇരട്ടിയിലധികമായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവന്ന് അതിനെ അത്തരത്തിൽ ആസ്വദിക്കാൻ നാം ഇടയാകും.
നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മിക ജീവിതത്തിൽ ചില കാലം ആത്മീയമായി ജീവിക്കാനും ചില കാലം ഭൗതികമായി ജീവിക്കാനും വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ അനുദിന ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു പോക്ക്? ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ജീവിതവും നമ്മുടെ ഭൗതിക ജീവിതവുമായി കണക്റ്റഡായി ചേർന്ന് പോകുന്ന ഒരു ആധ്യാത്മിക സംസ്കാരം നാം രൂപപ്പെടുത്തണം. അങ്ങനെ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായി കടന്നു വരുന്ന ഒരു വിഷയമാണ് സാത്താനോടുള്ള പോരാട്ടം എന്ന് പറയുന്ന ഒരു വിഷയം. അങ്ങനെ ഒരു സംസ്കാരം നാം രൂപപ്പെടുത്തുന്നില്ല എങ്കിൽ എന്റെ ആത്മീയ ജീവിതം ഒരു വശത്തും ഭൗതിക ജീവിതവും വേറൊരു വശത്തുമായാണ് ഞാൻ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാത്താനോടൊരു യുദ്ധം ഇല്ല. കാരണം എന്താണ്? അവൻ ഒരു വശത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നു, മറുവശത്ത് സാത്താനെയും പ്രീതിപ്പെടുത്താൻ നോക്കുന്നു. ഇത് സാത്താന് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല. ഒരുവനെ നീ വെറുത്ത് മറ്റവനെ നീ സ്നേഹിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവന് രണ്ട് വഞ്ചി ചവിട്ടി പോകാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് രണ്ട് വഞ്ചിയിൽ ചവിട്ടി പോകാനുള്ള നിർദ്ദേശവും പ്രേരണയും നമുക്ക് നൽകുന്നത് സാത്താൻ തന്നെയാണ്. അത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു വശത്ത് ആത്മീയ ജീവിതവും ഇടയ്ക്കിടയ്ക്കൊക്കെ ആത്മീയതയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഭൗതികതയും എന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളതെങ്കിൽ തിരിച്ചറിയുക, ആ സംസ്കാരത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ് എന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, അല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ, സാത്താൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലല്ലോ, ഒരു വിശ്വാസിയായിരിക്കാൻ സാത്താൻ നമ്മെ സമ്മതിക്കില്ലല്ലോ. അങ്ങനെയല്ല. സാത്താൻ നാം വിശ്വാസിയായിരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല സാത്താന്. പക്ഷെ അവനെയും കൂടെ പ്രീതിപ്പെടുത്തണം. രണ്ട് വഞ്ചി നാം കാലുവെച്ച് നീങ്ങണം. കർത്താവ് പറഞ്ഞ വചനം അനുസരിച്ച് സമ്പൂർണ്ണ ദൈവാനുസരണത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായി, സമ്പൂർണ്ണ വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനായി നാം മാറരുത്. ഇതാണ് സാത്താന് താല്പര്യമുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരിക്കലും സാത്താനുമായിട്ട് പോരാട്ടം ഇല്ല. അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പിശാചുമായിട്ടുള്ള യുദ്ധം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അജണ്ടയല്ല. അതുകൊണ്ട് തന്നെ ഈ സർവായു വർഗം ശേഖരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ വേദഭാഗം നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഗൗരവമായി എടുത്തിട്ടുമില്ല. ഇവിടെയാണ് ഈ വേദഭാഗം ശ്രദ്ധിക്കേണ്ടതും ഈ വേദഭാഗം നമ്മുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത് എന്ന് ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് നാം പഠിക്കേണ്ടത്. അതിന്റെ ഓരോ വാക്യങ്ങളായി നമുക്കൊന്ന് ധ്യാനിച്ചു പോകാം. ആദ്യ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരുവൻ സാത്താനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങുകയാണെങ്കിൽ അവൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും എന്നുള്ളതാണ്. എന്താണ് കർത്താവിന്റെ അമിത ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നാം ഒന്ന് പഠിക്കേണ്ട വിഷയമാണ്. കർത്താവിന്റെ അമിത ബലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതൊരു പ്രശ്നം നമുക്ക് ഉണ്ടായാലും നാം തിരിച്ചറിയേണ്ട ഒരു വെളിച്ചമാണ്, എന്റെ ആ പ്രശ്നത്തിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ബലം. ഞാൻ കടന്നു പോകുന്നത് ഏതൊരു വിഷയത്തിലൂടെയാണെങ്കിലും പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ആ പ്രതിസന്ധിയുടെ മുകളിലാണ് ദൈവത്തിന്റെ ബലം. ഒരു രോഗത്തിലൂടെ കടന്നു പോവുകയാണ് ഒരു വ്യക്തി എന്ന് കരുതുക. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും, ചിലർ കടബാധ്യതയുടെ പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും, ചിലർ ജോലി സംബന്ധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായിരിക്കും, ചിലർ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും, ചിലർ മക്കളില്ല എന്ന പ്രയാസം പേറുന്നവരായിരിക്കും, ചിലർ വിവാഹം നടക്കുന്നില്ല എന്ന ഭാരം ഉള്ളവരായിരിക്കും, ചിലർക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല എന്ന പ്രയാസം പേറുന്നവരായിരിക്കും, ചിലർ മക്കളെ ഓർത്തും അവരുടെ ചില വൈകല്യങ്ങളെ ഓർത്തും ഭാരപ്പെടുന്നവരായിരിക്കും. എന്തുമാകട്ടെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നം വലുതാണ്. ഒരു പ്രശ്നത്തിന്റെ നേച്ചർ അതാണ്. നാം ഓരോരുത്തരെയും സംബന്ധിച്ച് നാം ഇന്ന് കടന്നു പോകുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നം വലുതാണ്.
അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൈവമൈതലേ, നീ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നീ തിരിച്ചറിയണം, നിന്റെ വലുതായ പ്രശ്നത്തിന്റെ മുകളിലാണ് കർത്താവിന്റെ ബലം, അവന്റെ അമിത ബലം, അവന്റെ അമിത ബലം. അതുകൊണ്ട് നാം അതിലാണ് ശക്തിപ്പെടേണ്ടത്, അതിനാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് ഗൗരവമേറിയ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകട്ടെ, അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ബലം. അടുത്ത കാലത്തൊരു സഹോദരി വന്ന് ഒരു സങ്കടം പറയാനിടയായി. ഞങ്ങൾ കൂത്താട്ടുകുളത്താണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ 8 ദേവാലയങ്ങൾ ആ മേഖലയിലുണ്ട്. ആ ദേവാലയങ്ങൾ ചേർന്നൊരു സംയുക്ത സുവിശേഷ സംഘമുണ്ട്. ആ സുവിശേഷ സംഘത്തിന്റെ കൺവീനറായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷൻ എല്ലാം വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഈ മാസാവസാനം അതിന്റെ 76ാമത് കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. വലിയൊരു കൂട്ടായ്മയാണത്. അപ്പോൾ ആ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും കൂത്താട്ടുകുളം ടൗൺ ജംഗ്ഷനിലുള്ള ഒരു ചാപ്പലുണ്ട്. അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും ഒരു ദൈവവചന പഠനവും നടക്കുന്നുണ്ട്. 2 മണിക്കൂർ സമയം, രാവിലെ 9:30 തൊട്ട് 11:30 വരെ. അവിടെ ഈ ടൗണിന്റെ ഒത്ത നടുക്കിരിക്കുന്ന ആരാധനാലയം ആയതുകൊണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കടന്നു വരും. അതിലെ കടന്നു പോകുന്നവരെല്ലാം വന്ന് കയറി പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷ നടക്കുമ്പോഴൊക്കെ വരും. ഇപ്പൊ നമ്മൾ അച്ഛന്മാരവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് വരും, അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് വരും. അങ്ങനെ വന്നൊരു സഹോദരിയാണ്. അവരുടെ സങ്കടം വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ അവർ വളരെ ഡിപ്രസ്ഡ് ആണ്. അവർ പറയുകയാണ്, അച്ഛാ, എന്റെ വിവാഹം നടക്കില്ല എന്നുള്ളത് എനിക്ക് തീരുമാനമായി. നടക്കുന്നില്ല എന്നുള്ള സങ്കടത്തെക്കാൾ ഉപരി അത് നടക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എന്റെ ജീവിതത്തിലുള്ളത്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് അവരുടെ ഒരു രോഗാവസ്ഥയുണ്ട്. ആ രോഗാവസ്ഥയുടെ ഭാരം അവരിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഏതൊരു വിവാഹാലോചന എനിക്ക് വന്നാലും എനിക്ക് ഇന്ന രോഗാവസ്ഥ ഉണ്ടെന്ന് ഞാൻ അവരോട് പറയും. അത് പറയാതെ വിവാഹം കഴിക്കുന്നത് നീതിയല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവരോട് പറയും. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ അവർ പോകും. അച്ഛനറിയോ, എനിക്ക് വന്നിട്ടുള്ള വിവാഹാലോചനകൾ എത്രയാണെന്ന് എന്നെ വന്ന് പെണ്ണ് കണ്ടിട്ടുള്ളത് എത്ര പേരാണെന്ന് അറിയാം? 32 പേര് എന്നെ കല്യാണം കടം വന്നിട്ടുണ്ട്. 32 പേര് കല്യാണാലോചനകളുമായി വന്നിട്ടുണ്ട്. ഈ ആലോചനകളെല്ലാം വിവിധ തലങ്ങളിൽ വന്നു. ഈ പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം കടന്നു വരും. ആ പ്രപ്പോസൽ മാറിപ്പോവും. എന്റെ വിവാഹം നടക്കുന്നില്ല, എനിക്ക് 36 വയസ്സായി, ഇനി ഒരു കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷയില്ല, എന്റെ ഭാവി എന്താകും, എനിക്ക് എന്റെ അന്ത്യകാലത്ത് ആരായിരിക്കും ഒരു തുണ, അങ്ങനെ എനിക്ക് വലിയ സ്ട്രെസ്സാണ്, സങ്കടമാണ് എന്ന് പറഞ്ഞ് വന്നു നിന്ന് കരയുകയാണ്. എന്ത് മറുപടിയാണ് ഈ സഹോദരിയോട് പറയേണ്ടത്? അവരുടെ പ്രശ്നം വലുതാണ്, അവരുടെ സങ്കടം വലുതാണ്. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഈ വേദഭാഗമാണ്. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ബലം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ രോഗത്തിന്റെ മേൽ നിങ്ങൾ ഇടപെട്ട് നിങ്ങളുടെ പ്രയാസത്തിന് ഉത്തരം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. സങ്കടപ്പെട്ട് കരഞ്ഞു വന്ന് നിൽക്കുന്ന ഇവരോട് ഈ വേദശാസ്ത്രമൊന്നും പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇതൊക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവരുടെ ഉള്ളിലോട്ട് ഇതൊന്നും കയറുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ഉദാഹരണം, അനുഭവം ഉണ്ടെങ്കിൽ പറയാൻ ദൈവം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ അവർക്ക് അതൊരു പക്ഷെ വളരെ പെട്ടെന്ന് മനസ്സിലാകും, റിലേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പരതുകയാണ്, തമ്പുരാനെ ഒരനുഭവം. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരാളെ ഓർമ്മ വന്നു. ആ ആളുടെ നാട് പത്തനംതിട്ടയാണ്. അവിടെയുള്ള ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ വികാരി അച്ഛനാണ് എന്നോട് പറഞ്ഞ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ കൊണ്ടുപോയി. ഞാൻ അയാളെ കണ്ടു. ഒരു ചെറുപ്പക്കാരനാണ്, ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യാത്രയിൽ ഒരു വലിയ ആക്സിഡന്റ് അദ്ദേഹത്തിനുണ്ടായി. ആ അപകടത്തിൽ ഒരു ഗുരുതരമായ അപകടമായിരുന്നു. ആള് മരിച്ചു എന്ന് തന്നെ ആണ് അവർ കരുതിയത്. ആംബുലൻസില് ഇയാളെ പ്രവേശിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിന് ആംബുലൻസിൽ നിന്ന് കൊടുത്ത് നിർദ്ദേശം ഒരു ബോഡി കൊണ്ടുവരുന്നു എന്നാണ്. മരിച്ചു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ ബോഡി ആണെന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട, നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലേക്ക് ഗൾഫില് ഈ ആളെ കൊണ്ടുവരുന്നു.
ഈ ശരീരം പുറത്തിറക്കുന്നു, സ്ട്രക്ചറിൽ കിടത്തുന്നു, മോർച്ചറിയുടെ അകത്തേക്ക് വെക്കാനായിട്ട് മോർച്ചറിയുടെ ടേബിളിനകത്ത് വെക്കുന്നു. ടേബിളിനകത്ത് വെച്ച് പതുക്കെ മോർച്ചറി ആ ടേബിൾ ആ ഫ്രീസറിന്റെ അകത്തോട്ട് ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു നഴ്സ്, ആ പത്തനംതിട്ടക്കാരിയായിട്ടുള്ള ഒരു നഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ നാട്ടുകാരൻ ഒരാളാണ് മരിച്ചതെന്ന് മനസ്സിലായി. അവര് കാണാനായിട്ട് വരികയാണ്, ആരാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ആ നഴ്സ് വന്നു നോക്കുമ്പോൾ ഈ ബോഡി വെച്ച് അകത്തോട്ട് വെക്കുന്നു. ഇവർക്ക് കാണണമെന്ന് പറയുന്നു. ഇത് തിരിച്ച് പുറത്തേക്ക് എടുക്കുന്നു, മുഖമൊക്കെ മാറ്റുന്നു. ഈ സ്ത്രീയെ ഈ നഴ്സ് ഇങ്ങനെ നോക്കി, ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോ ചെറുവിരലിൽ ചെറുതായിട്ട് നനഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് മരിച്ചിട്ടില്ലെന്ന്. അവരുടനെ നിലവിളിച്ചു, എല്ലാവരും ഓടി വന്നത് മരിച്ചിട്ടില്ല. ഉടനെ തന്നെ വീണ്ടും ഹോസ്പിറ്റലിനകത്തോട്ട് കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കയറ്റി. അങ്ങനെ 6 മാസം വെന്റിലേറ്ററിൽ കടന്ന ഒരു ചെറുപ്പക്കാരൻ. 6 മാസം കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങുമ്പോൾ ഇയാളുടെ അവസ്ഥ, ഇയാളുടെ ശരീരം ഒടിഞ്ഞ് നുറുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. കൈയൊക്കെ ഇങ്ങനെ കൂഞ്ഞിക്കൂടി ഇരിക്കത്തുള്ളൂ, ഒടിഞ്ഞു നുറുങ്ങി ഇരിക്കത്തുള്ളൂ. അയാളുടെ കാഴ്ച ശക്തി ഈ ആക്സിഡന്റിലൂടെ സമ്പൂർണ്ണമായി അയാൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഇയാൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടി, സംസാരിക്കാനുള്ള കഴിവും തിരിച്ചു കിട്ടി. ആ അവസ്ഥയിൽ ഇങ്ങനെ ഇടിഞ്ഞൊതുങ്ങി കാഴ്ചയും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടുകാർ. നാട്ടിൽ വന്ന് കുറെ തിരുമ ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരം അല്പം ഒന്ന് ഫ്ലെക്സിബിൾ ഒക്കെ ആക്കിയെങ്കിലും കട്ടിലിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാനും ഇടയ്ക്ക് എഴുന്നേൽപ്പിച്ചൊരു കസേരയിലെ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്താനും മാത്രമേ സാധിക്കുകയുള്ളൂ. നിരാശനായി. പ്രശ്നം അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഭാവി എന്താണ്? സങ്കടത്തിന്റെ പടുകുഴിയിലേക്ക് ഈ ചെറുപ്പക്കാരൻ വീണുപോയി. തന്റെ ഭാവി എന്നാണ്, തന്റെ ജീവിതം അസ്തമിച്ചുവോ, ആ അപകടത്തിൽ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ ഇവൻ അമ്മ മാത്രമേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. ആ അമ്മ പ്രത്യാശയും പ്രാർത്ഥനയുമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇവനെ സുവിശേഷ പ്രസംഗങ്ങൾ നിരന്തരമായി കേൾപ്പിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ശാലോം ടിവിയിലൊക്കെ ഒത്തിരി ടോക്കുകൾ എടുത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് എന്റെ ടോക്കുകൾ നിരന്തരമായി കണ്ടിരുന്ന ഒരാളാണ് ഇയാൾ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വികാരിയച്ഛന് ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെല്ലുന്നതെന്ന് അറിഞ്ഞ സമയത്ത് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ ഞാൻ കണ്ട കാഴ്ച, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് 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 ഈ മനുഷ്യൻ പ്രത്യാശയുള്ളവനായി മാറി. തന്റെ ഈ ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുന്ന കാഴ്ചയില്ലാത്ത അവസ്ഥയിലും തനിക്ക് വേണ്ടി ഒരു ദൈവവേല ബാക്കിയുണ്ടെന്നുള്ളൊരു ബോധം ആ മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, എന്റെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് സുവിശേഷ വേല എനിക്ക് ചെയ്യാൻ കഴിയും? അദ്ദേഹം തീരുമാനിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവോദനം കേട്ട് കേട്ട് അദ്ദേഹം തീരുമാനിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി. അനേക രോഗികളുണ്ടല്ലോ നാട്ടില്, രോഗികൾക്ക് എന്തായാലും ഒരു പഞ്ഞമില്ലല്ലോ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മിഷൻ അയാൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അമ്മയെ രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. അമ്മ നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് രോഗികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ പേരും ഫോൺ നമ്പറും ശേഖരിക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് മകന്റെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ച് കൊടുത്തിട്ട് ഫോണിൽ ഡയൽ ചെയ്ത് കൊടുക്കും. ഇന്നിടത്ത് ഇന്ന രോഗി, ഇന്ന രോഗം, പ്രാർത്ഥിക്കുക. ഇയാൾ ഫോണിൽ കൂടെ ഈ രോഗിയോട് ദൈവവചനം സംസാരിക്കും, ആശ്വാസം കൊടുക്കും. അതിനുശേഷം ഇയാൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അനേകർക്ക് ആശ്വാസവും സാന്ത്വനവും ഉണ്ടാകാൻ തുടങ്ങി. ഒരുപാട് ആളുകളിലേക്ക് ഈ വാർത്ത സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ടെലിഫോൺ പ്രയർ മിനിസ്ട്രി ഇദ്ദേഹത്തിന്റെ സ്പ്രെഡ് ചെയ്തു. ദേശം വിട്ട് വിവിധ ദേശങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് അനേകരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൗത്യം. വേദപുസ്തകം മുഴുവൻ ഈ മനുഷ്യൻ കാണാതെ പഠിച്ചു. എങ്ങനെ? ഹെഡ്ഫോൺ വെച്ച് ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ കേട്ട് 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 വാക്യങ്ങൾ. അദ്ദേഹം ഒരു പ്രസംഗം നടത്തുമ്പോൾ, ഒരു സുവിശേഷ പ്രസംഗം നടക്കുമ്പോൾ എത്ര വേദഭാഗമാണ് അനർഗളമായി സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇത് മുഴുവൻ കാണാതെ പഠിച്ചു അദ്ദേഹം ഈ ചെവിയിലൂടെ ഇത് കേട്ട് കേട്ട്. അങ്ങനെ ഒരിക്കൽ ഇടുക്കിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇയാളെ ഏതോ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി വിളിച്ചു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ വലിയ അനുഗ്രഹങ്ങൾ ആ സഹോദരിക്കുണ്ടായി. ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായി. ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ അവർക്കുണ്ടായി. ഇവർ നിരന്തരം വിളിക്കാൻ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞ് ആ സഹോദരിക്ക് ഒരു ആഗ്രഹം. ആ ആഗ്രഹം എന്താണെന്ന് കേൾക്കണോ? ഇയാളെ കല്യാണം കഴിക്കണം, ഈ മനുഷ്യനെ കല്യാണം കഴിക്കണം. അത് എങ്ങനെ പോസിബിൾ ആവും? അപ്പൊ ഈ സഹോദരി ഞാൻ ഹൈറേഞ്ച് മേഖലയില് സുവിശേഷ പ്രസംഗത്തിന് ചെന്നപ്പോൾ പരിചയപ്പെട്ടു.
ഇയാൾ ഞാനുമായിട്ട് പിന്നെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഈ പത്തനംതിട്ടയുള്ള ആള്, അയാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇടുക്കിയിലുള്ള ഇന്നൊരു സ്ത്രീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ, ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അച്ഛൻ ആ വിഷയത്തിലൊന്ന് ഇടപെടണം, ആ കൊച്ചിനോട് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് പറയണം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടു. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. അവൾ അഡമന്റ് ആയിട്ടുള്ള നിലപാടാണ്. അച്ഛൻ ഞാൻ ഇത് വെറുതെ ഒരു വൈകാരികതയിൽ എടുത്ത തീരുമാനമല്ല. ഈ മനുഷ്യന്റെ അമ്മ വളരെ പ്രയാസത്തിലാണ്, ഈ മകനെ കൊണ്ടു നടന്ന് വാർദ്ധക്യത്തിലാണ് എന്ന് എനിക്കറിയാം. ഈ മനുഷ്യന് ഭാവിയിൽ ഒരു തുണയില്ല എന്ന് എനിക്കറിയാം. ഇയാൾ ദൈവവേല ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാൻ കൂടെ നിന്ന് ഈ മനുഷ്യനെ ഇനി നോക്കിക്കൊള്ളാം, ദൈവവേലയ്ക്ക് ഞാൻ സഹായിച്ചു കൊള്ളാം. പറഞ്ഞു, ആദ്യം നീ പോയി കാണ്, അവനെ പോയി കാണ്, ഫോണിൽ വിളിച്ചുള്ള അടുപ്പം വരെയും ഒന്ന് പോയി കണ്ട ആളെങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വന്നു പറഞ്ഞു. പോയി കണ്ടു, ഈ മനുഷ്യന്റെ അവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞു. ഒരു മാറ്റമില്ല. വീണ്ടും തിരിച്ച് വന്നിട്ട് അവരുടെ തീരുമാനം ഉറച്ചു തന്നെ. പള്ളിക്കാരും വീട്ടുകാരും അച്ഛനും ഒക്കെ ആലോചിച്ചു. അവരുടെ വിവാഹം നടന്നു. നിങ്ങൾക്കറിയാം, വിവാഹം കഴിഞ്ഞ 18 വർഷത്തോളമെങ്കിലും ആയിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നും സന്തോഷകരമായ കുടുംബ ജീവിതം നയിക്കുന്നു. ആ മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. ഇപ്പോഴും വീൽ ചെയറിൽ ഒടിഞ്ഞു തുറങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴും ആ മനുഷ്യന്റെ കണ്ണിന് കാഴ്ചയില്ല. ദൈവത്തിന്റെ വചനം ഇപ്പോഴും സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യനെ വിവാഹം കഴിക്കാൻ ഈ സഹോദരി തയ്യാറായി. അവർ ഒരുമിച്ചുള്ള കുടുംബജീവിതം ഈ കാലം അത്രയും മുന്നോട്ട് സന്തോഷകരമായ കുടുംബജീവിതം. കല്യാണത്തിന് ശേഷം ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം സുഹൃദാധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ അവർ വന്നു. ഒരാഴ്ച ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കൗതുകത്തിൽ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ. ഞാൻ പൊതുവെ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ഈ ആരോഗ്യവും കാഴ്ചയും ശരീരവും ഒക്കെ ഉള്ള നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ 10-1 പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര സന്തോഷകരവും തൃപ്തിയുള്ളതുമായ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. കുട്ടികളൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവര് സന്തോഷകരമായി ജീവിക്കുന്നു. ഒരു സങ്കടം വന്നൊരു ചോദ്യം ആ മനുഷ്യൻ എന്നോട് ആ ആഴ്ചയിൽ ചോദിച്ചു. അവിടെ വന്ന ആഴ്ചയിൽ എന്നോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, അച്ഛാ, ഞാൻ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു, പിന്നെ ചോദിക്കാം. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ അടുത്താരെങ്കിലും ഉണ്ടോ ഈ ചോദ്യം കേൾക്കാൻ? നമ്മൾ ഇല്ല, ഞാനും നീ മാത്രമേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, ചോദിച്ചോ. അച്ഛാ, എന്റെ ഭാര്യ സുന്ദരിയാണോ? ചോദിച്ച ചോദ്യമാണ്. എന്റെ ഭാര്യ സൗന്ദര്യമുള്ള സ്ത്രീയാണോ, സുന്ദരിയാണോ? എന്ന് ആലോചിച്ച് നോക്കി. 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഒരു ഭർത്താവിന് വേറൊരാൾ ചോദിക്കേണ്ടി വരികയാണ് തന്റെ ഭാര്യയുടെ ആകാര വൈഷ്ണവത്തെ പറ്റി അവർ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ള ഭാര്യമാരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളതാണ് നിങ്ങളുടെ ഭാര്യ. കാരണം അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തെക്കാൾ അപ്പുറം അവരെടുത്ത തീരുമാനത്തിന്റെ സൗരഭ്യം അത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അതെനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ എന്റെ അടുത്ത് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് 32 കല്യാണാലോചന വന്ന് മാറിപ്പോയ ആ സഹോദരിയോട് ഈ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ അവരോട് പറയാൻ ശ്രമിച്ച ഒറ്റ കാര്യമാണ്, ദൈവത്തിന്റെ കർത്താവിന്റെ അമിത ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടുവിൻ. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വലുതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ബലം അതിന്റെ മേലാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ വിഷയങ്ങളാകട്ടെ നിങ്ങളെ ഭരിക്കുന്നത്, ഒരിക്കലും സാധ്യമല്ല എന്ന് മനുഷ്യൻ മാറ്റിനിർത്തിയ വിഷയങ്ങളാകട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നത്, അതിനു മേൽ ദൈവത്തിന്റെ ഒരു ബലമുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള വെളിച്ചമുണ്ടാകുമ്പോൾ ആ ബലം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ഒരു കുടുംബ ജീവിതം സാധ്യമാണെങ്കിൽ ദൈവം അവന്റെ ബലത്തിൽ ശക്തിപ്പെടുന്നവന്റെ ജീവിതത്തെ അത്ഭുതകരമായി നടത്തുകയില്ല എന്നാര് കണ്ടു? ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒറ്റ ബോധ്യം ഇതാണ്, പ്രഥമ ബോധ്യം ഇതാണ്: നിങ്ങൾ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ, തിരിച്ചറിവിൻ. നിങ്ങൾ നേരിടുന്ന പരീക്ഷകൾ ഏതാകട്ടെ, പ്രശ്നങ്ങൾ ഏതാകട്ടെ, അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ബലമെന്ന അവബോധമാണ് ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ ബോധ്യം എന്നുള്ളത്. രണ്ടാമത്തെ ബോധ്യം എന്താണ്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്
ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. നോയമ്പ് കാലത്ത് നാം തിരിച്ചറിയേണ്ട പൈശാചികന്റെ ഇടപെടലിനെ പറ്റിയുള്ള ഒരു വെളിച്ചം ഇതാണ്: അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ. സാത്താൻ ഒരു തന്ത്രശാലിയാണ്. പിശാചിന്റെ ഇടപെടലുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ തന്ത്രപരമായിട്ടാണ് ഉണ്ടാകുന്നത്. സാത്താനെ പറ്റിയുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു പിക്ചർ എന്താണ്? പിശാച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിത്രം എന്താണ്? പിശാച് എന്ന് പറഞ്ഞാൽ കൊമ്പും വാലും ഒക്കെ വെച്ചിട്ട് കറുത്തിരുന്ന ഒരു രൂപമാണ് നമ്മുടെ ചിന്തയിൽ പെട്ടെന്ന് വരിക. ഒരു പിശാച് എന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ പറ്റിയുള്ള നമ്മുടെ ഒരു ചിത്രം എന്താണ്? പിശാച് എന്റെ ജീവിതത്തിൽ ഇടപെട്ടു, നമുക്ക് ആഘാതം സൃഷ്ടിക്കുന്ന, നമ്മളെ തകർക്കുന്ന ചില എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ നമ്മൾ പറയും, പിശാച് എന്നെ കയറി അടിച്ചു, ഞാൻ ആകെ തകർന്നു എന്ന് പറയും. വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള മൊമെന്റ്സിനെയാണ് സാത്താന്റെ ഇടപെടലായി, പിശാചിന്റെ ഇടപെടലായി പലപ്പോഴും നാം മനസ്സിലാക്കുന്നത്. പക്ഷേ സാത്താൻ അങ്ങനെയല്ല. സാത്താനെ പറ്റിയുള്ള നമ്മുടെ ചിത്രം മാറണം. അങ്ങനെയല്ല സാത്താൻ. സാത്താൻ പിന്നെ എങ്ങനെയാണ്? അവൻ തന്ത്രപൂർവമാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. ഈ 50 നോയമ്പിന്റെ ആദ്യ 40 ദിവസം നാം പ്രധാനമായും അടിസ്ഥാനമായി ധ്യാനിക്കുന്നത് കർത്താവിന്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസവും 40-ാം ദിനത്തിലെ സാത്താന്യ പരീക്ഷയുമാണ്. നമുക്കറിയാം, സാത്താൻ 40 ദിവസം ഉപവസിച്ച യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാനായി ക്രിസ്തുവിന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് അവനെ തകർക്കുന്ന ചില ഇടപെടലുകളുമായിട്ടൊന്നുമല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചില സബ്ജക്ട്സ് ടേക്കപ്പ് ചെയ്ത് അതിലൂടെ അവന്റെ ലക്ഷ്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സാത്താനെയാണ് കാണുന്നത്. ഒരു നൈസ് കോൺവെർസേഷൻ എന്ന് തോന്നാം. വാസമൊക്കെ കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി വരുമ്പോൾ വളരെ ശാന്തനായി അടുത്ത് വന്ന് ഒരു ഡിസ്കഷൻ എടുത്തിടുന്ന സാത്താൻ, വിശക്കുന്നുണ്ടോ? ചോദ്യം ഒന്ന് നോക്കി, യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, വിശക്കുന്നില്ലേ? ഓർക്കണം, സാത്താൻ അവിടെ റേസ് ചെയ്യുന്ന സബ്ജക്ട് എന്താണ്? ഈ 40 ദിവസത്തെ ഉപവാസത്തിൽ ഇവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ആ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന പോയിന്റ് ആണ് ഈ ഉപവാസത്തിൽ അവൻ റേസ് ചെയ്യാൻ ഈ 40th ഡേ ശ്രമിക്കുന്നത്. നമ്മുടെ നോയമ്പ് കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ടുള്ള സബ്ജക്ട് ഈ ഭക്ഷണം തന്നെയാണ്. ഇറച്ചി മീൻ കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, അല്ലെ? ഭക്ഷണ വിഷയമാണല്ലോ നമ്മുടെ നോയമ്പ് കാലത്തെ ഏറ്റവും വലിയ കൺസേൺ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നൈസായിട്ട് അങ്ങ് വിടും ഇറച്ചി. ഇപ്പൊ ആരാണ് നോമ്പ് നോക്കുന്നത്? നൊയമ്പ് നോക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ നൊയമ്പ് വീടാൻ വേണ്ടി വെപ്രാളം കാണിക്കുന്ന ആൾക്കാർ ആരാന്നറിയോ? നൊയമ്പ് വീടാൻ വേണ്ടി ഏറ്റവും വെപ്രാളം കാണിക്കുന്നവര് നൊയമ്പ് നോക്കാത്തവരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈർപ്പ് വരുന്ന ആളാകുമ്പോഴത്തേനും ഉള്ള ഇറച്ചിക്കടയിൽ മുഴുവൻ പോയി വെപ്രാളപ്പെട്ട ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരുന്നവൻ, അത്ര കഷ്ടപ്പെട്ട അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് നോമ്പ് വീടാൻ ശ്രമിക്കുന്നവൻ നൊയമ്പ് നോക്കിയിട്ടുണ്ടാവില്ല. ഈ നൊയമ്പ് നോക്കിയവർക്ക് നൊയമ്പ് വീടാൻ വലിയ പാടാ. മര്യാദയ്ക്ക് നോക്കിയവർക്ക് പിന്നെ ഇറച്ചിയൊന്നും കഴിക്കാനേ പറ്റില്ല. ഈ 5 ദിവസം കഴിഞ്ഞിട്ട് ഈ കുറെ നോൺ വെജ് ഒക്കെ ഒന്നും നമ്മളിന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? വയറിനൊക്കെ എന്നാ അസ്വസ്ഥതയാണെന്നറിയാമോ? എന്ത് പാടുപെട്ട ഇറച്ചി മീനൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങുന്നതെന്ന് അറിയാമോ? ഈ ഈസ്റ്ററിന്റെ അന്ന് അങ്ങനെയൊന്നും ആഹാരം കഴിക്കാൻ ശരിക്കും നോമ്പ് നോക്കിയ ഒരാൾക്ക് പറ്റത്തില്ല. അപ്പൊ അവിടെയാണ് നമ്മുടെ നോയമ്പനുഷ്ഠാനങ്ങളുടെ സബ്ജക്ട് അല്ലെങ്കിൽ കൺസേൺ മുഴുവൻ കറങ്ങി നിൽക്കുന്ന ഈ ഭക്ഷണവർദ്ധനത്തിന്റെ അല്ലെങ്കിൽ മത്സ്യമാംസാദികളുടെ വർദ്ധനത്തിന്റെ വിഷയത്തിലാണ്. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അത് ബേസിക്കലി ഭക്ഷണം വെടിയുന്നു, മത്സ്യമാംസാദികൾ വെടിയുന്നു എന്നതിനേക്കാൾ ഉപരിയായി നോ പറയാനുള്ള ഒരു പ്രേരണയാണ്. വേണ്ട എന്ന് പറയാനുള്ള ഒരു പഠിപ്പിക്കലും പരിശീലനവുമാണ് ഈ നോയമ്പ് കാലത്ത് മത്സ്യമാംസാദികളുടെ വർജനം. ഞാൻ ബേസിക്കലി അതിനെ അങ്ങനെ കാണുന്ന ഒരാളാണ്. നോയമ്പ് കാലത്ത് എന്താ അച്ഛാ, ഞങ്ങൾ വേണം ഇറച്ചി മീനൊക്കെ വെടിയാൻ. പക്ഷെ പിള്ളേരച്ഛ, അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി കുറച്ചെന്തേലൊക്കെ ഉണ്ടാവും. ആ കൂടെ ഞാനൊന്ന് പിള്ളേർക്ക് വേണ്ടി നിന്റെ പേര് ഞങ്ങൾ ചെയ്യും വേലകൾ എന്ന് പറയുന്നത് പോലെ പിള്ളേരുടെ പേരില് ഇതൊക്കെ ചെയ്യും, ഉണ്ടാക്കും. ആ കൂടെ ഞങ്ങൾ ഒന്ന് രുചി നോക്കും. അങ്ങനെ അങ്ങ് പോകുന്നു വച്ചാ ഇതില്ലാതെ നടക്കില്ല. നോയമ്പ് കാലത്ത് വെജിറ്റേറിയൻ
ഹോട്ടലുകൾ തേടും. ഞാൻ സാധാരണ ഫാമിലി ആയിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മോനെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നല്ല നോൺ വെജിന്റെ മണം വരുന്ന ഹോട്ടലിൽ കയറ്റിയിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം മേടിച്ച് കഴിച്ചോളാം. അങ്ങനെയാ ചെയ്യാറ്. കാരണം വേറൊന്നുമല്ല, ആ പ്രലോഭനങ്ങളുടെ അന്തരീക്ഷത്തിന്റെ നടുക്ക് നോ പറയാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ യേശു ബറാസീറയുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോക്രിഫൽ പുസ്തകങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുസ്തകമാണ്. സത്യവേദ പുസ്തകത്തിൽ കാണാറില്ലെങ്കിലും ഷീതോസുറിയാനിയിലുള്ളതാണ് യേശു ബറാസീറയുടെ പുസ്തകം. കത്തോലിക്കാ സഭയുടെ POC ബൈബിളിൽ അതിന് പ്രഭാഷകന്റെ പുസ്തകം എന്ന പദം ഉപയോഗിക്കുക. ഈ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വളരെ ശ്രദ്ധേയമാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിപ്പാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവനുമാരുണ്ട്, അവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ, തിന്മ പ്രവർത്തിപ്പാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ എന്ന് പറഞ്ഞാൽ, പാപാവസ്ഥയുടെ അന്തരീക്ഷം നമ്മുടെ പരിസരങ്ങളിൽ നിൽക്കുന്നു, വർജിക്കേണ്ട വിഷയം എന്റെ മുന്നിൽ നിൽക്കുന്നു, അതിനോട് നോ പറയാനുള്ള പ്രേരണ. അതാണ് പോട്ടെ. ഇവിടെ വിഷയം വിശപ്പാക്കി മാറ്റി. ഈ 40 ദിവസത്തെ ഉപവാസം വാസ്തവത്തിൽ ക്രിസ്തു മരുഭൂമിയിൽ നിർവഹിച്ചത് പിശാചിനോടുള്ള പോരാട്ടത്തിന്റെ ആയുധശേഖരണമാണ്. പക്ഷേ സാത്താൻ ആ കണ്ടന്റും അവന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് കൺസേൺ, വിശപ്പ് എന്ന് പറയുന്ന വിഷയമാക്കി മാറ്റുകയാണ്. കണ്ടോ, വളരെ നൈസായിട്ട്, വിശക്കുന്നുണ്ടോ, ഈ കല്ലിനോട് അപ്പമാകാൻ പറ. നോക്ക്, കണ്ടോ, വിഷയത്തെ, അടിസ്ഥാന വിഷയത്തെ. ഇന്നും സാത്താനോടുള്ള യുദ്ധത്തിനുള്ള ആയുധ ശേഖരണമായി നോമ്പ് കാലത്തിന്റെ ആ ആയുധ ശേഖരണത്തിന്റെ സബ്ജക്ട് നമ്മുടെ ചിന്തകളിൽ നിന്ന് സാത്താൻ പൂർണ്ണമാക്കി ഇല്ലാതാക്കി കളഞ്ഞു. നമ്മളുടെ കൺസേൺ മുഴുവൻ ഇറച്ചി കഴിക്കാൻ പറ്റില്ലല്ലോ, മീൻ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷയത്തിൽ കടന്ന് കറക്കുവാണ് അവൻ. തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ കൺസേൺ അതിനെക്കുറിച്ചാണ്. അത് അവന്റെ തന്ത്രമാണ്. ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ ഹവ്വായെ പരീക്ഷിക്കാനായിട്ട് കടന്നു വരുന്ന സാത്താൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ്, തന്ത്രമാണ്. എന്താണ് അവൻ ഉപയോഗിക്കുന്ന തന്ത്രം? ഹവ്വായോട് നീ ഈ തോട്ടത്തിലുള്ള പഴം തിന്നില്ലെന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കൊന്നു കളയുമെന്നോ കടിച്ചു കളയുമെന്നോ ഒന്നും പറയുന്നില്ലല്ലോ സാത്താൻ. സാത്താൻ ഹവ്വായെ തീരെ പേടിപ്പിക്കുന്നില്ലല്ലോ. എന്താണ് സാത്താൻ ഹവ്വായോടുള്ള പ്രതികരണം? ഹവ്വായുടെ അടുത്ത് വന്ന ഒരു നെടുവീർപ്പോടെ ഒരു മനോഗതം പറയുന്നേ ഉള്ളൂ സാത്താൻ. സാത്താൻ ഒരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാണ് അവിടെ. എപ്പോഴും പിശാച് അങ്ങനെയാണ്, ഒരു ഡിസ്കഷൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാണ്. ഹവ്വായോട് വന്ന ചർച്ച വെറുതെ സംസാരിക്കുന്നു, ഒരു കാഷ്വൽ ഡിസ്കഷൻ പോലെ മാത്രം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സാത്താൻ തിന്മ നമ്മുടെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കയറി വരുന്നത്. വളരെ സിംപ്ലിഫൈ ചെയ്ത് കളയും പാപശീലങ്ങളെ അവൻ. ഹവ്വായോട് ചോദിക്കാണ്, തോട്ടത്തിലുള്ള പഴമൊക്കെ നിനക്ക് തിന്നാവോ? പിന്നെ തിന്നാം, പക്ഷെ നടുക്ക് നിൽക്കുന്നത് മാത്രം തിന്നരുത്. അതെന്ത് പറ്റി? അതെന്താ തിന്നണ്ടെന്ന് പറഞ്ഞത്? അത് തിന്നാൽ ദൈവത്തെ പോലെ ആകും. അതാണ്, അത് സാത്താൻ പറയുന്ന ഒരു ആത്മകഥമാണ്. നീ അത് തിന്നാൽ ദൈവത്തെ പോലെ ആകും, നീ അത് തിന്നേ പറ്റൂ എന്ന് പറഞ്ഞു. തിന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് കടിക്കുമെന്ന് പറഞ്ഞു, നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു, പേടിപ്പിച്ചോ, ഭയപ്പെടുത്തി, ഒന്നുമില്ല. വെറുതെ ഒരു മനോഗതം ഹവ്വായുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടിട്ട് സാത്താൻ മാറി. ആ മനോഗതത്തിന്റെ പുറകെ ഹവ്വ പോയി. ഇത് തന്നെയാണ് നമ്മുടെ പണി ഈ കാലത്തിൽ. പിശാച് നമ്മുടെ മുന്നിൽ ചില മനോബലങ്ങൾ ഇട്ടു തരും, ചില അന്തരീക്ഷങ്ങൾ ഇട്ടു തരും, ചില സാഹചര്യങ്ങൾ ഇട്ടു തരും. സയൻസ് ഓഫ് ദ ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലുകൾ, പിതാക്കന്മാരുടെ പ്രതീസ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകം. അതിനകത്ത് ഈ മരുഭൂമിയിൽ തപസ് ചെയ്ത പിതാക്കന്മാര് അവരെഴുതിയിരിക്കുന്ന രേഖകളാണ്. ആ രേഖകളിൽ സാത്താൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെ വീഴിക്കുന്നത് എന്നതിനെ പറ്റി ഒരു പിതാവ് എഴുതിയിട്ടുള്ള ഒരു രേഖയുണ്ട്. എനിക്ക് ഭയങ്കര സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണ്. സാത്താൻ എങ്ങനെയാണ് ഒരാളെ പാപത്തിൽ വീഴിക്കുന്നത് അറിയാൻ താല്പര്യമുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഇനി എന്നെ ഉറങ്ങുവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്ന ഇടയ്ക്ക്. പറയട്ടെ, സാത്താൻ എങ്ങനെയാണ് ഒരാളെ പാപത്തിൽ വീഴുന്നത്? ഇത് എന്റെ ഐഡിയ അല്ല, ഇത് മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ച പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന പിശാചിന്റെ കയ്യിൽ കുറെ വിത്തുകളുണ്ട്, പാപത്തിന്റെ വിത്തുകൾ. അസൂയ, ഏഷണി, കുശുമ്പ്, കുറ്റം പറച്ചിൽ, പരദൂഷണം, പാരവെപ്പ്, സീരിയല്, മദ്യപാനം, പുകവലി, അഹങ്കാരം, സ്വാർത്ഥത, ഞാനെന്ന ഭാവം, വിദ്വേഷം, വെറുപ്പ്, പിന്നെ മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെയൊക്കെയുള്ള കുറെ പാപത്തിന്റെ വിത്തുകൾ സാത്താന്റെ കയ്യിലുണ്ട്.
ഈ വിത്തുകളുമായിട്ട് പുള്ളി നടക്കുകയാണ്. ഇപ്പൊ കൺവെൻഷൻ വന്നിരിക്കുന്നു, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സാത്താൻ, ഇപ്പൊ ഞാനിവിടെ നിൽക്കുക, എന്റെ മുന്നേ കൊണ്ടുവന്ന് സാത്താൻ കുറെ വിത്ത് വെതറിയിടും. അസൂയ, ഏഷണി, അഹങ്കാരം, സ്വാർത്ഥത, ഞാനെന്ന ഭാവം, വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെ കുറെ വിത്തുകൾ എന്റെ മുന്നിൽ പുള്ളി അങ്ങ് വെതറിയിട്ടിട്ട് പുള്ളി അങ്ങ് മാറി നിൽക്കും. ആളെന്നോടൊന്നും പറയുന്നില്ല. ഈ പാപത്തെ ഞാൻ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ല, എന്നെ അതിലേക്ക് പിടിച്ച് കഴുത്തിന് പിടിച്ച് കൊണ്ടുവരുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം എന്റെ മുന്നിൽ അതിന്റെ അന്തരീക്ഷങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് പുള്ളി മാറി നിൽക്കും. ഇതാ പിതാവ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പുള്ളി എന്നെ നിരീക്ഷിക്കും. ഞാൻ ഈ പാപത്തെയും നിരീക്ഷിക്കും. ഇത് എന്റെ ഉള്ളിൽ നടക്കുന്ന ഒബ്സർവേഷനാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ വീടിന് ചുറ്റും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തുണ്ട്. ഈ വിത്തുകളെല്ലാം ചുറ്റും കൂട്ടിയിട്ടിട്ട് പുള്ളി മാറി നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേതിനോടാണ് താല്പര്യം വരുന്നതെന്ന് പുള്ളി നോക്കും. ഞാനിങ്ങനെ നോക്കി, അസൂയ ഇതിന് താല്പര്യമില്ല, അഹങ്കാരം, സ്വാർത്ഥത കാര്യമായിട്ടൊന്നുമില്ല, വെറുപ്പ് അതിനൊന്നും താല്പര്യമില്ല. ഞാനെന്ന ഭാവം ഞാൻ നോക്കിയപ്പോ ഇത്തിരി കൊള്ളാം, എനിക്കൊരു താല്പര്യം തോന്നി. അച്ഛൻ വികാരി, അച്ഛൻ വള്ളിക്കള്ളച്ചൻ, ഞാനാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്വാഗതമൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ കുറിച്ച് ഭയങ്കര, ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, അച്ഛൻ അവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്, ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്, പണ്ട് വന്ന കഥകളൊക്കെ എന്നോട് ഷെയർ ചെയ്തു. ഞങ്ങളൊക്കെ തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധവും പരിചയമാണ്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ അച്ഛൻ സുവിശേഷകൻ, ശാലോം രവി, പ്രഘോഷകൻ, സുഗത ധ്യാനകേന്ദ്രം, കൗൺസിലിംഗ്, ധ്യാനയാണെന്നൊക്കെ വന്നപ്പോ എന്റെ തലയിൽ ഈ സാധനം, ഈ ഞാനെന്ന ഭാവം ഇങ്ങനെ പതുക്കെ വരും. അപ്പൊ എനിക്ക് താല്പര്യം അതിനോടാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി എന്ത് ചെയ്തു അറിയാമോ? സാത്താൻ എന്ത് ചെയ്തു അറിയാമോ? ആ ഞാനെന്ന ഭാവം എന്ന വിത്തിന്റെ ചുവട്ടി കൊണ്ടുവന്ന് കുറച്ച് വെള്ളവും കുറച്ച് വളവും ഇട്ടിട്ട് പുള്ളി അങ്ങ് മാറി. അപ്പൊ അത് പതുക്കെ വളരാൻ തുടങ്ങും. അപ്പൊ എനിക്ക് താല്പര്യമുള്ള ഒരു പാപശീലം അവിടെ ഇങ്ങനെ വളരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് താല്പര്യം, ഞാൻ അതിനോട് കൂടുതൽ അട്രാക്റ്റഡ് ആകാൻ തുടങ്ങി. എന്റെ ആ പാപത്തെ പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ അവൻ എനിക്ക് കൂടുതൽ സൃഷ്ടിച്ചു തരാൻ തുടങ്ങി. അതിൽ ഞാൻ കൂടുതൽ ആനന്ദിക്കാൻ തുടങ്ങി. അവൻ വീണ്ടും അതിന്റെ ചോട്ടിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ എനിക്ക് വേറെ ചില വിത്തുകളോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് കാണുന്നില്ല. പുള്ളി അതെല്ലാം കൂടെ വാരിക്കോരിയെടുത്ത് എന്റെ ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുപോയി. മനസ്സിലായോ? അവിടെ അസൂയ, ഏഷണി കിട്ടും. അപ്പൊ അവൾക്ക് താല്പര്യമുള്ളതിന്റെ ചോട്ടി കൊണ്ടുവന്ന് പുള്ളി വെള്ളം വരും. ഇതാണ് ആളുടെ പരിപാടി. എന്നിട്ട് ഏത് പാപത്തിന്റെ വിത്തിലാണോ നാം താല്പര്യം കാണുക, അത് അവസാനം എന്റെ മുന്നിൽ ഒരു വടവൃക്ഷമായി തീരുകയും ഞാൻ ആ വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയും ചെയ്യും എന്നാണ് സെയിൻസ് ഓഫ് ദ ഡെസേർട്ട് ഫാദേഴ്സ് എന്ന പുസ്തകത്തിൽ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. ഇതാണ് സാധാരണ സ്ട്രാറ്റജി. അവൻ എന്നോടൊരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടത്തിയിട്ടേ ഇല്ല. അങ്ങനെ നടത്താൻ മാമോദീസ മുങ്ങിയ മോറോൻ അഭിഷേകം മുദ്ര പ്രാപിച്ച ഒരു വിശ്വാസിയോട് ഒരു ഡയറക്റ്റ് അറ്റാക്കും ഫൈറ്റും നടത്താൻ സാത്താന് കഴിയില്ല. സർപ്പത്തെയും തേളുകളെയും അവന്റെ ശക്തിയെയും ചവിട്ടി മേടിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. സാത്താനെ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ അവൻ എന്റെ പരിസരത്തേക്ക് വരാൻ കഴിയാതെ വേണം അധികാരമുണ്ട്. നമുക്കതേപറ്റി ബോധമില്ലെങ്കിലും ആ സ്ഥാപനം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു ഡയറക്റ്റ് അറ്റാക്ക് നമ്മളുമായിട്ട് വരില്ല. എപ്പോഴും മാറി നിന്ന് നമ്മെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് താല്പര്യം പുള്ളിയോടായതുകൊണ്ട് നമ്മൾ നമ്മുടെ താല്പര്യത്തിൽ വീണ് പോകുന്ന ഒരു പാപം ചെയ്യുന്നതിന് സാത്താനെ കുറ്റം പറയേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാ പാപത്തിന്റെ ഉത്തരവാദി ആരാ? പറയേ, എല്ലാ പാപത്തിന്റെ ഉത്തരവാദി ആരാ? നമ്മളെന്ന് പറയണ്ട, കൂട്ടത്തോടം വേണ്ട, എന്നെ കൂടെ ആ കൂടെ കൂട്ടാൻ വേണ്ടിയാ നമ്മളെന്ന് പറയുന്നത്. ഞാനെന്നങ്ങ് പറഞ്ഞാൽ മതി. ആരാ എല്ലാ പാപത്തിന്റെ ഉത്തരവാദി? ആരാ? ഞാൻ തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ഒരു പാപശീലം ഉണ്ടെങ്കിൽ, പണ്ടേ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ ഒരു കള്ളുകൂടിയം വന്നു. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലല്ല, വേറൊരു ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ പറഞ്ഞു കേട്ട കഥയാണ്. കള്ളുകൂടിയം വന്നു, ധ്യാനം കൂടി, കള്ളുകൂടിയൊക്കെ നിർത്തിയെന്ന ആള് സാക്ഷിയൊക്കെ പറഞ്ഞു, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി പഴയ ശീലത്തിലേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആള് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് കള്ളു കുടിച്ച് ലെക്ക് കെട്ടി ആള് തിരിച്ചു. അപ്പോ ധ്യാനഗുരു അച്ഛൻ വഴക്ക് പറഞ്ഞു, നീയല്ലേ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞിട്ട് പോയത്, ഇനി കള്ളു കുടിക്കില്ല എന്ന്, എന്നിട്ട് ഇപ്പൊ വീണ്ടും കുടിച്ചിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, എന്റെ അച്ഛാ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ നിർത്തിയതാണ്, പക്ഷെ സാത്താനുണ്ടല്ലോ, അവനെ കൊണ്ട് സഹിക്കാൻ മേല, അവൻ എന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ചു അച്ഛാ, ഞാൻ വീണുപോയി അച്ഛാ. ഇനി പക്ഷെ ഞാൻ വീണു പോകില്ല, ഇനി ഞാൻ മദ്യപിക്കില്ല, ഞാൻ നിർത്തി, ഇനി പഴയ ഭാവത്തിലേക്കില്ല. വീണ്ടും സാക്ഷ്യം പറഞ്ഞു, സന്തോഷമായി തിരിച്ചുപോയി.
2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കുടിച്ച് ലക്ക് കിട്ടു. അപ്പൊ അച്ഛൻ പിന്നെയും കയറി വഴക്ക് പറഞ്ഞു, എന്തുവാണ് ഇത്, കഴിഞ്ഞ 2 ആഴ്ചയും പറഞ്ഞിട്ട് നീ പിന്നെയും കണ്ണു കുടിച്ചിട്ട് വന്നല്ലോ. പറഞ്ഞു, ഈ സാത്താനുണ്ടല്ലോ, അയാളെ കൊണ്ട് മേലെ ഞാൻ വേണ്ടാന്ന് വെച്ചതാ, പക്ഷെ എന്നെ പിന്നെയും പ്രലോഭിപ്പിച്ചു അച്ഛാ, ഞാൻ വീണുപോയി അച്ഛാ. അച്ഛൻ പറഞ്ഞു, ഇനി നീ വിഷമിക്കണ്ട, ഇനി സാത്താൻ നിന്നെ പ്രലോഭിപ്പിക്കാൻ വന്നാൽ നീ ഒരു ആയുധം തിരിച്ചു പ്രയോഗിക്കണം. എന്താണ് ആയുധം? നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, ശക്തമായി പറഞ്ഞാൽ മതി, സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞാൽ മതി. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവൻ വരില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. ഏറ്റുവച്ച, ഇനിയില്ല, ഇനി അവൻ വന്നാൽ അവനെ ഞാൻ ഓടിക്കും എന്നൊക്കെ പറഞ്ഞു പോയി. 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ കുടിച്ച് ലക്ക് കെട്ടി മനുഷ്യൻ വന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, എടാ നീ നാണക്കേടാക്കിയല്ലോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സാത്താനെ വിട്ടുപോ എന്ന് പറയാൻ, നിന്നോട് പറഞ്ഞിട്ട് നീ പറഞ്ഞില്ലേ? പറഞ്ഞില്ല അച്ഛാ. അതെന്താ പറയാത്തത്? പറഞ്ഞാ പിന്നെ അവനെങ്ങാനും വന്നില്ലെങ്കിലോ നോക്കാം അച്ഛാ. അതാണ് നമ്മുടെ പ്രശ്നം. അടിസ്ഥാനപരമായി നമ്മുടെ താല്പര്യം പാപത്തോടാണ്, സാത്താനോടാണ്. അതുകൊണ്ടാണ് നാം അവന്റെ പ്രലോഭനത്തെ, ഒരു വശത്ത് നാം അവൻ വലിയ പുള്ളിയാണെന്നൊക്കെ പറയുമ്പോൾ നാം അവനെയാണ് സ്നേഹിക്കുന്നത്, നാം പാപത്തെയാണ് സ്നേഹിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇതാണ് അവന്റെ തന്ത്രം. അവന്റെ തന്ത്രം പാപത്തെ അവൻ വളരെ ദുർബലമാക്കി കാണിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇന്ന് ഏത് പാപശീലത്തെയും കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാരോട് സംസാരിച്ചാൽ, ബൈബിൾ അരുത് എന്ന് പറയുന്ന പാപശീലങ്ങളെ കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാരോട് സംസാരിച്ചാൽ അവർ പറയുന്ന 3-4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എന്താണ്? ഇറ്റ്സ് കോമൺ. ഏത് പാപത്തെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് കോമൺ, ഇറ്റ്സ് ജനറൽ, ഇറ്റ്സ് കോമൺ. പിന്നെ പറയും ഇറ്റ്സ് നാച്ചുറൽ, അത് വളരെ സ്വാഭാവികമാണ്. ഇറ്റ്സ് ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇൻബോൺ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്, ചില ബയോളജിക്കൽ സിസ്റ്റം ഉണ്ട്. അതിന്റെ ഭാഗമായി ചില പാപങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വേണമെന്നേ, അത് അങ്ങനെയാണെന്നേ. ഇറ്റ്സ് കോമൺ, ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് ബയോളജിക്കൽ. ഇപ്പൊ ചില ആൾക്കാർ സ്പിരിച്വൽ എന്ന് കൂടെ പറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥയിലോട്ട് ചില പാപശീലങ്ങളെ കുറിച്ച് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാണ്. പാപമല്ല ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം. സാത്താന്റെ സ്ട്രാറ്റജി നോക്കണം, അവന്റെ തന്ത്രം നോക്കണം. പാപമല്ല ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം. പാപത്തെ സിംപ്ലിഫൈ ചെയ്ത് തികച്ചും സാധാരണമായ ഒരു സംഭവമാക്കി. കല്യാണം കഴിക്കാത്ത ജീവിതത്തെ കുറിച്ച്, വിവാഹം കഴിക്കാത്ത ഒരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ച് വളരെ പാപാവസ്ഥയോടെ പ്രസംഗിച്ചിരുന്ന നമ്മുടെ മുൻപിൽ നമ്മുടെ ചെറുപ്പക്കാരെന്ന് വളരെ കൂൾ ആൻഡ് സ്മൂത്ത് ആയിട്ട് അവർ സംസാരിക്കുന്നു. വി ആർ ലിവിംഗ് ടുഗദർ. കല്യാണമൊന്നും വേണ്ട, അതിന് കാര്യമൊന്നുമില്ല. എത്ര കൂളായിട്ടാണ് ഒരു ടെലിവിഷൻ മീഡിയയുടെ മൈക്കിന്റെ മുൻപിൽ വെച്ച് വളരെ പബ്ലിക്കായിട്ട് തങ്ങളെ കാണുന്ന ലക്ഷങ്ങളോട് പോലും കല്യാണം കഴിക്കാത്ത ജീവിതത്തെ കുറിച്ചും പ്രീ മാരിറ്റൽ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പുകളെ കുറിച്ചും വളരെ ഫ്രീ ആയും ഓപ്പൺ ആയും സംസാരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ സാത്താൻ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഏത് ചിന്ത കൊടുത്തിട്ടാണ്? എന്ത് ചിന്ത കൊടുത്തിട്ടാണ്? ഇറ്റ്സ് ഓൾ നാച്ചുറൽ, ഇറ്റ്സ് ഓൾ ബയോളജിക്കൽ, ഇറ്റ്സ് ഓൾ കോമൺ. ഇതെല്ലാവരും ഉണ്ട്, ഇറ്റ്സ് ജനറൽ. ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ? എല്ലാവരും ചെയ്താൽ പിന്നെ അത് പാപമല്ല എന്ന കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന തലത്തിലേക്ക് ആ തന്ത്രശാലി നമ്മുടെ തലമുറകളെ അവരെത്തിച്ചിരിക്കുന്നു. ഇതിനെതിരെയാണ് നാം സർവായുധവർഗം ധരിക്കേണ്ടത്. അവന്റെ തന്ത്രങ്ങൾക്കെതിരെയാണ് നാം സർവായുധവർഗം ധരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകുമ്പോ പിശാചിനെ, അവൻ വലിയ ആഘാതമായിട്ട് വരുന്ന പിശാചിനെ അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ നിസ്സാരമായ സാധാരണ ചിന്താഗതികളിൽ കയറി ഇടപെട്ട് നിങ്ങളുടെ ചിന്തകളെ ട്വിസ്റ്റ് ചെയ്യുന്ന സാത്താന്റെ തന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിയണം. അവൻ നമ്മളെ തെന്നിച്ച് പാപത്തിലേക്ക് നിസ്സാരമായി കൊണ്ടുവന്ന് വിടും. പാപത്തെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ മുൻപിൽ അവൻ അവതരിപ്പിക്കും. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിക്കും. സാത്താനോട് നേരിട്ട് യുദ്ധം ചെയ്യണ്ട എന്ന് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുക. അവനോട് തന്ത്രപൂർവ്വം എതിർത്ത് നിൽപ്പീൻ എന്നാണ് പറയുക. സാത്താനോട് തന്ത്രപൂർവ്വം. അവൻ ഇങ്ങോട്ട് സ്ട്രാറ്റജി പ്രയോഗിക്കുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് സ്ട്രാറ്റജി പ്രയോഗിക്കണം. തന്ത്രപൂർവ്വം സാത്താനെ എതിർക്കണം. ആ സ്ട്രാറ്റജീസ് ആണ് ഈ സർവായുധ വർഗം എന്ന പദം കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായി 12ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
ഈ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഈ വാക്യത്തിൽ നാം ഒന്നാമത് തിരിച്ചറിയേണ്ടത് നമുക്ക് ഒരു പോരാട്ടമുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ് ആ പോരാട്ടം ആരോടാണ് എന്ന്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, നമുക്ക് പോരാട്ടമുണ്ട്. രണ്ട്, അത് ആരോടാണ്. ഇതാണ് പറയുന്നത്. നമുക്കൊരു പോരാട്ടമുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനി ഒരു പോരാളിയുടെ മുഖമുള്ളവനല്ല. ഇന്നത്തെ ക്രിസ്ത്യാനി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. അവൻ എല്ലാ കാര്യത്തോടും പൊരുത്തപ്പെടുകയാണ്. സാത്താന് വേണ്ടത് സാത്താന്, ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്, പാപത്തിന് വേണ്ടത് പാപം, ദൈവത്തിന് വേണ്ടത് ദൈവം. രണ്ടും കൂടെ ഇങ്ങനെ മറിഞ്ഞൊരു വക നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുഴുവനിഞ്ഞീലിന്റെ സ്വഭാവമുള്ള ക്രിസ്ത്യാനികളാണ് ഇന്ന് ക്രിസ്ത്യാനി. ഒരു സുവിശേഷകൻ പറയുന്ന ഒരു വാക്ക് കേട്ട് നമ്മൾ നെയ്യപ്പ ക്രിസ്ത്യാനികളാണെന്ന്. നെയ്യപ്പ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ, നെയ്യപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. എന്താണ് നെയ്യപ്പം? എന്തിലുണ്ടാക്കുന്ന അപ്പം? നെയ്യിൽ ഉണ്ടാക്കുന്ന അപ്പമാണ് എന്തപ്പം? നെയ്യപ്പം. ഏതെങ്കിലും നെയ്യപ്പം നെയ്യിൽ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാം പാമ്പോയിലപ്പം വെളിച്ചെണ്ണപ്പൊക്കെയാണ്. ശരിക്കും ആ പേരാണ് ഇപ്പൊ പറയേണ്ടത്. നെയ്യ് ഉപയോഗിക്കുന്നതേ ഇല്ല. ആരും നെയ്യപ്പം നെയ്യിലുണ്ടാക്കുന്നില്ല. പേര് ക്രിസ്ത്യാനി എന്നാ, നെയ്യപ്പ ക്രിസ്ത്യാനി നെയ്യിലുണ്ടാക്കുന്നതാണെന്ന് പേര്, പക്ഷെ നെയ്യുടെ അംശം പോലും അതിലില്ല എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനി എന്നാണ് അവന്റെ പേര്, പക്ഷെ ക്രിസ്തുവിന്റെ ഭാവം അവനിലില്ല. ഇതാ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം. ശരിയല്ലേ എന്നോർക്ക്? നമുക്കൊരു പോരാട്ടമുണ്ട്. ഒരു ക്രിസ്ത്യാനിയാണോ? നമുക്ക് പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാടുക, യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ജീവൻ വച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. നമുക്കൊരു പോരാട്ടമുണ്ട്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. എവിടെയാണ് നമ്മുടെ പോരാട്ടം? ആരോടാണ് നമ്മൾ പോരാട്ടം? നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന്, വ്യക്തികളോട്. നമ്മുടെ മുൻപിൽ നിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളോട് നമുക്ക് ഫൈറ്റ് ആണ്. വ്യക്തിയായിട്ട് യുദ്ധമാണിത്. ശരിയല്ലേ? അത് കുടുംബത്തിലാകട്ടെ, അത് അയൽവക്ക ബന്ധങ്ങളിലാകട്ടെ, സഹോദര ബന്ധങ്ങളിലാകട്ടെ, ജോലി മേഖലകളിലാകട്ടെ, ഇടവക ബന്ധത്തിലാകട്ടെ, വ്യക്തിയോട് യുദ്ധം. We are fighting each other. നമുക്ക് യുദ്ധം വ്യക്തികളോടാണ്. രണ്ട്, നമുക്ക് യുദ്ധം നമ്മുടെ സാഹചര്യങ്ങളോടാണ്, സിറ്റുവേഷൻസ്. നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളോട്, ജീവിത അനുഭവങ്ങളോടുള്ള യുദ്ധം. അത് സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് രോഗമാകാം, കടബാധ്യതയാകാം, നമ്മുടെ പ്രശ്നങ്ങളാകാം. അതിനോട് we are fighting. നമ്മുടെ പ്രശ്നങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് യുദ്ധമുള്ളത് ചില തത്വസംഹിതകളോടാകാം. ചില തത്വസംഹിതകൾ, ചില ആശയങ്ങൾ നമ്മുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ വരുമ്പോൾ അതിനോട് നാം യുദ്ധം ചെയ്യുന്നു. ശരിക്കും ക്രിസ്ത്യാനിക്ക് യുദ്ധം ഉണ്ടാകേണ്ടത് ലോകത്തോടും ലോകമോഹങ്ങളോടും. പക്ഷെ അതിനോട് നമുക്ക് ഇപ്പോൾ ഒരു യുദ്ധവും ഇല്ല. കാരണം നമ്മൾ ലോകത്തോട് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം നമുക്കിന്നൊരു ശത്രു അല്ല, ലോകം നമ്മൾ ചേർന്ന് പോകുന്ന അനുഭവമാണ്. അത് നമ്മുടെ ഒരു സ്ലോഗൻ കൂടിയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണ്? നാടോടുമ്പോ നടുവെ ഓടരുത്, നാടോടുമ്പോ നടുവെ ഓടണമെന്ന ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ദൈവവചനത്തിന് നല്ലോണം എതിരാണ്. ഒരിക്കലും നാട് എങ്ങനെ ഓടിയാലും ക്രിസ്ത്യാനി വചനം അനുസരിച്ച് ഓടാവും. നാടോടുമ്പോ അതിന്റെ നടുവെ ഓടരുത്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ പോലും ട്രെയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നത് എന്താണ്? നാടോടുമ്പോ നടുവെ ഓടണമെന്നാണ്. തിരിച്ചറിയുക, ഇവിടെയൊക്കെ നാം നമ്മുടെ ശത്രുവായി നമ്മുടെ മുന്നിൽ കാണുന്നത് വ്യക്തികൾ, സാഹചര്യങ്ങൾ, ആശയങ്ങൾ, തത്വസംഹിതകൾ, ഇങ്ങനെയൊക്കെ പലതുമാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ ശത്രു സാത്താനാണ്. നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാര ലോകത്തിന്റെ അധിപതിയായ സാത്താനോടുമാണ്.
ഒരു വ്യക്തിയാണ് എന്റെ മുന്നിൽ വന്ന് പ്രശ്നം സൃഷ്ടിക്കുന്നതെങ്കിൽ ഞാൻ പ്രശ്നക്കാരനായി എന്റെ കൺമുന്നിൽ കാണേണ്ടത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാത്താനെയാണ്. ഒരു സാഹചര്യമാണ് എന്നെ ഹോൾഡ് ചെയ്യുന്നത്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഒരു രോഗമാണ്, ഒരു മരണമാണ്, ഒരു കഷ്ടതയാണ്, ഒരു പ്രതിസന്ധിയാണ്, ഒരു ക്രിസ്ത്യാനി കാണേണ്ടത് മുന്നിൽ നിന്ന് തന്നെ സാത്താനെയാണ്. ഇത് നമ്മൾ ഒരിക്കലും കാണും. പിശാച് എന്നും നമ്മെ പ്രേരിപ്പിക്കുന്നത് വ്യക്തിയെ വെറുക്കാനാണ്, സാഹചര്യങ്ങളെ വെറുക്കാനാണ്, ജീവിതത്തിൽ തന്നെ വെറുക്കാനാണ്. അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന അവനിലേക്ക് നമ്മുടെ ശ്രദ്ധ വരാതിരിക്കാൻ അവൻ നമ്മളെ കൃത്യമായി ട്വിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളുടെ മൈൻഡിനെ. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വ്യക്തിയോടുണ്ടാകുന്നത്, നമുക്ക് പ്രയാസങ്ങൾ മനുഷ്യരോട് തോന്നുന്നത്, നമ്മെ വെറുക്കുന്നവരോട് നമുക്ക് തിരിച്ചു വിരോധം തോന്നുന്നത്. അവിടെ വെറുക്കുന്നവരോട് നമുക്ക് തിരിച്ചു വിരോധം തോന്നുമ്പോൾ ആ മനുഷ്യനല്ല, ആ മനുഷ്യന്റെ പിന്നിൽ നിൽക്കുന്ന സാത്താനാണ് ആ മനുഷ്യനെ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ ഒരു സുപ്രധാനമായ പ്രാർത്ഥന, നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥന, ക്രൂശിലെ തന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താ എന്നിവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമുക്ക് വളരെ പരിചിതമാണ്. പക്ഷെ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടവും കൂടുതൽ നാം ധ്യാനിച്ചിട്ടുള്ളതും. ഇവരോട് ക്ഷമിക്കണമേ, യേശു തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് നാം വളരെ ശ്രദ്ധിക്കുന്നതിന്റെ സെക്കൻഡ് പാർട്ടാണ്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് വാസ്തവത്തിൽ സെക്കൻഡ് പാർട്ടിലുള്ള ആ ക്ഷമയിലേക്ക് യേശുവിനെ ഗൈഡ് ചെയ്യുന്ന അടിസ്ഥാന വിഷയം. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് ക്രിസ്തുവിന്റെ ഒരു കണ്ടെത്തലാണ്. ഫസ്റ്റ് പാർട്ട് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ദ്രോഹിക്കുകയും കുത്തി നോവിക്കുകയും തന്റെ ശരീരം കീറി മുറിക്കുകയും തന്നെ വേദനിപ്പിക്കുകയും മുൾമുടി അടിക്കുകയും തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നിരപരാധികൾ എന്ന് ക്രിസ്തു പരിഗണിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ നിരപരാധികളാണ്. അതുകൊണ്ട് തന്നെ യേശുവിന് അവരോടുണ്ടാകുന്നത് വിരോധമല്ല, സഹതാപമാണ്. ഒരു നിരപരാധിയോട് നമുക്ക് തോന്നുന്നത് സഹതാപമാണ്. നോയമ്പ് കാലത്തും പലയിടയ്ക്ക് ഞാൻ തൊടുപുഴ അടുത്തുള്ളൊരു റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് അതിന് ചുമതലപ്പെട്ടവരുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അവിടെ അവരെല്ലാവരും ഒരു ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു റൂമില്, ഒരു ഹാളിലാണ് അവരുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ചെല്ലുമ്പോൾ അവർ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് തരും അകത്തോട്ട് കയറാനായിട്ട്. അപ്പൊ അകത്തോട്ട് കയറുമ്പോൾ ഈ മുഴുവൻ 100-200ഓളം റിട്ടയർഡ് ആയിട്ടുള്ള, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത്. അപ്പൊ നമ്മൾ അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഈ പിള്ളേർ ഓടി വരും. ചിലരൊക്കെ ഓടി വന്നിട്ട് തൊപ്പി എടുത്തോണ്ട് അങ്ങ് പോകും, അവന്റെ തല കയറ്റി വെക്കും. ചിലപ്പോൾ വേറൊരാൾ വന്നിട്ട് ബെൽറ്റ് ഊരിയിടുന്നുണ്ട് പോകും. എന്നിട്ട് വേറൊരാൾ വന്ന് പിച്ചും മാന്തും, നമ്മളെ ചിലര് വന്ന് ഇടിക്കും, ഉപദ്രവിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇവരിങ്ങനെ ഒന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് എന്ത് തോന്നുകയല്ല, ഒരു വിരോധവും തോന്നുകയില്ല. കാരണം എന്താ? അവരുടെ അവസ്ഥയെ പറ്റിയുള്ള നമ്മുടെ റിയലൈസേഷൻ, തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ട് ഇവർക്ക് അങ്ങനെ മാന്യമായി പെരുമാറാനുള്ള അറിവും ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് അവർ എന്ത് ഉപദ്രവിച്ചാലും നമുക്ക് അവരോട് സ്നേഹമേ തിരിച്ചു തോന്നുകയുള്ളൂ. ഇത് തന്നെയാണ് നമ്മെ വെറുക്കുന്നവരോടും നമ്മെ ദ്രോഹിക്കുന്നവരോടും നമ്മുടെ നെഗറ്റീവ് എക്സ്പീരിയൻസസിനോടും നമുക്കുണ്ടാകേണ്ട വികാരം. കാരണം വാസ്തവത്തിൽ എന്നെ വെറുക്കുന്നവൻ അറിയുന്നില്ല അതിന്റെ പിന്നിൽ നിൽക്കുന്ന തിന്മയാണ് അവനെ ഉപയോഗിക്കുന്നത്. എനിക്കെതിരെ അപവാദം പറഞ്ഞു പരത്തുന്നവൻ അറിയുന്നില്ല അവന്റെ പിന്നിൽ അവനെ ഉപയോഗിക്കുന്ന ഒരു സാത്താനാണ് എന്ന്. അവൻ ആ സാത്താന്റെ ഉപയോഗത്തിന് വിധേയനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ദൈവബോധമുള്ള ഒരു മനുഷ്യനാകുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ വെറുക്കുന്നവനല്ല, അതിന്റെ പിന്നിൽ അവനെ ഉപയോഗിക്കുന്ന സാത്താനെയാണ്. അവിടെ എനിക്കൊരു തിരിച്ചറിവുണ്ടാവുക, കർത്താവ് കണ്ടതുപോലെ ഇവൻ നിരപരാധിയാണ്, ഇവൻ നിരപരാധിയാണ്. അപ്പൊ എനിക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയും, എനിക്ക് അവനോട് വിരോധമേ ഇല്ല. മറിച്ച് അവനെ ഉപയോഗിക്കുന്നവനോട് യുദ്ധം ചെയ്യാൻ, അവിടെ അവനോട് യുദ്ധം ചെയ്യാൻ ആണ് നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്ത് പ്രേരണ ഉണ്ടാവുക. പ്രിയരെ,
ആ തിരിച്ചറിവാണ് നമുക്കുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മെ ഈ ഭൂമിയിൽ തകർക്കുന്ന മനുഷ്യരാരുമല്ല, നമ്മുടെ ശത്രു സാത്താനാണ്. അത് തിരിച്ചറിയണം. ആര് നിങ്ങളെ നോവിച്ചാലും വേദനിപ്പിച്ചാലും നൊമ്പരപ്പെടുത്തിയാലും അവൻ നിരപരാധിയാണ്. അതിന്റെ പിന്നിലുള്ളവരാണ്, സാത്താനാണ് ശത്രു. അവരോടാണ് എനിക്ക് യുദ്ധം. ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറഞ്ഞ്, അഞ്ചാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അഞ്ചാമതായി പറയുന്നത് പിന്നീട് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ 4 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നാം സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ ശേഖരിക്കേണ്ട 8 വെപ്പൺസ്, ആയുധങ്ങളെ പറ്റിയുള്ള സൂചനയാണ്. 8 ആയുധങ്ങളെ പറ്റിയുള്ള സൂചന. ആ ആയുധങ്ങളാണ് ഈ നോയമ്പ് കാലത്ത് നാം ശേഖരിച്ചു വെക്കേണ്ടത് സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ. ഏതെല്ലാമാണ് ആ ആയുധങ്ങൾ? 1 സത്യം, 2 നീതി, 3 സുവിശേഷം, 4 വിശ്വാസം, 5 രക്ഷ, 6 ദൈവവചനം, 7 പ്രാർത്ഥന, 8 പ്രാർത്ഥനയിൽ സ്ഥിരത. ഈ 8 ആധ്യാത്മിക അനുഭവങ്ങളുടെ ആയുധം നാം ഉറയിൽ ശേഖരിക്കണം ഈ നോയമ്പ് കാലത്ത്. ഈ മേൽപ്പറഞ്ഞ രീതിയുമായി നമ്മെ തന്ത്രപൂർവ്വം തകർക്കാൻ വരുന്ന തിന്മയോടുള്ള എതിർപ്പിനായി ഈ ആയുധ ശേഖരണത്തിന്റെ കാലഘട്ടമാണ് നോയമ്പ് കാലം. നമുക്കറിയാം, രാഷ്ട്രങ്ങളെല്ലാം ആയുധം ശേഖരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ രാജ്യങ്ങളും ആയുധ ശേഖരണം നടത്തുന്നു. യുദ്ധം ഉണ്ടാകുമ്പോഴല്ല ആയുധ ശേഖരണം നടത്തുന്നത്. ആയുധ ശേഖരണം നേരത്തെ നടത്തും. എന്നിട്ട് ആയുധത്തിന്റെ, ഒരു രാജ്യത്തിന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ശത്രു രാജ്യം യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ കൂട്ടുന്നത്. ശരിയല്ലേ? അറിയാം, ആ രാജ്യത്ത് അവരുടെ കയ്യിലിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് വെപ്പൺസ് ആണ്. ഇത് തന്നെയാണ് സാധാരണ തന്ത്രം. ഞാൻ ഏതെല്ലാം ആയുധം ശേഖരിച്ച് സൂക്ഷിക്കുന്നവനാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചാണ് അവൻ എനിക്കെതിരെ തന്ത്രം മെനയുക. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഈ 8 ആയുധങ്ങൾ നിരന്തരം ഉപയോഗിച്ചാൽ തിന്മയ്ക്ക് എന്നെ തകർക്കാൻ കഴിയില്ല. ഈ ആയുധവും അതിന്റെ നേച്ചർ ഓഫ് വെപ്പണും പറയുന്നുണ്ട്. ഓരോ ആയുധം അതിന്റെ സ്വഭാവം, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നതും പറയുന്നുണ്ട്. സത്യം എന്തിനു യൂസ് ചെയ്യണം? അരയ്ക്ക് കെട്ടണം. സുവിശേഷം കാലിന് ചെരുപ്പാക്കണം. വിശ്വാസം ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാനായിട്ട് ഉപയോഗിക്കണം. രക്ഷ ശിരോവസ്ത്രമായി അണിയണം. ദൈവവചനം ആത്മാവിന്റെ വാളായി ഉപയോഗിക്കണം. പ്രാർത്ഥനയും യാചനയും എന്ന് പറയുന്നത് നിരന്തരമായി അതിൽ സ്ഥിരത കാണിക്കണം. പ്രാർത്ഥനയിലും യാചനയിലും സ്ഥിരത കാണിക്കണം. ഇങ്ങനെ 8 ആയുധങ്ങൾ, ആ നേച്ചർ ഓഫ് വെപ്പൺ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ സാത്താനെതിരെയുള്ള ആയുധ ശേഖരണം നടത്താൻ. പ്രിയപ്പെട്ടവരെ, ആ ആയുധ ശേഖരണം നാം നടത്തി കഴിഞ്ഞാൽ പിന്നെ തിന്മയ്ക്ക് നമ്മളെ തകർക്കാൻ കഴിയില്ല, സാത്താൻ നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. സത്യം വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലോ സത്യം വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു ഡിസിഷൻ എടുക്കാനുള്ള സിറ്റുവേഷൻ എന്റെ മുന്നിൽ വന്നു, ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ എന്റെ മുന്നിൽ വന്നു. ഞാൻ തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സത്യം വിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയില്ല. അതാണ്. നീതി വിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയില്ല. വിശ്വാസം തെളിച്ചുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുകയില്ല. എന്റെ രക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനം ഞാൻ എടുക്കുകയില്ല. എന്റെ പ്രാർത്ഥന മാറിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുകയില്ല. സുവിശേഷ വിരുദ്ധമായ ഒരു തീരുമാനം ഞാൻ എടുക്കുകയില്ല. വചനാധിഷ്ഠിത തീരുമാനം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഈ മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾക്ക് ഘടകമായി മാറുക എന്നത് തന്നെയാണ് ഈ ആയുധവർഗം ഉപയോഗിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരിച്ചറിയണം, എന്ത് സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നാലും ഈ 8 മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ എന്നിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടാവില്ല. അത് കഷ്ടതയാകട്ടെ, അത് വിദ്വേഷമാകട്ടെ, പകയാകട്ടെ, അപമാനമാകട്ടെ, നിന്ദയാകട്ടെ, എന്നെ തകർക്കുന്ന ജീവിതാനുഭവങ്ങളാകട്ടെ, ഈ 8 ആയുധങ്ങളെ വിട്ട് ഒരു പ്രതികരണം എന്നിൽ നിന്നുണ്ടാവില്ല. ഇതിനുള്ള പരിശീലന കാലമാണ് ഈ നൊയമ്പ് കാലം. അതുകൊണ്ട് ഈ നൊയമ്പ് കാലത്ത് നിങ്ങളെ വെറുക്കുന്നവർ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം അതുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ആയുധം ഉപയോഗിക്കാനുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സഹനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതാണ് അപ്പോസ്തലന്മാരൊക്കെ അതിനെ വളരെ പോസിറ്റീവായി സ്വീകരിച്ച്, ആപത്തോ രോഗമോ കഷ്ടതയോ മരണമോ വാളോ എന്ത് വരട്ടെ,
ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത്, ആലയിൽ ആടുകൾ തീർന്നു പോയാലും മുന്തിരിവള്ളിയിൽ മുന്തിരികൾ കായ്ച്ചില്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞത്, എന്തും വരട്ടെ എന്ന് പറഞ്ഞത്, ആ വരുന്നത് ഓരോന്നും ഈ ടൂൾ യൂസ് ചെയ്യാനുള്ള അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ്. ഒരായുധവും ഉപയോഗിച്ചില്ല എങ്കിൽ അത് ദുരുപെടുത്തു പോകും, അത് നശിച്ചു പോകും. ശരിയല്ലേ? ഏതായുധം ഉപയോഗിക്കപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രലോഭനങ്ങളും പരീക്ഷകളും ഇല്ലാതെയായി പോകുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല നോയമ്പ് കാലത്തിന്റെ പ്രാർത്ഥന. പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു ലോകം, സമാധാനപരമായ അന്തരീക്ഷം എന്റെ ജീവിത പരിസരത്ത് ഉണ്ടാകുന്ന ഒരു ലോകമല്ല ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. എന്ത് ജീവിതാനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അതിന്റെ നടുക്ക് ഈ 8 ആയുധങ്ങളുമായി ഞാൻ അതിനെ അതിജീവിക്കും എന്ന് പറയുന്ന ഒരു പരിശീലനാനുഭവമാണ്. ഈ യുദ്ധത്തിനുള്ള പരിശീലനത്തിന് എത്രത്തോളം നാം സന്നദ്ധരാണ് എന്ന ചോദ്യമാണ് ഇന്നത്തെ ഈ വചന സന്ധ്യയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാം, അതിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം, സർവായുധമാർഗം ധരിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സാത്താനോടാണ്. എന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാകട്ടെ, സാഹചര്യമാകട്ടെ, എന്റെ പ്രശ്നങ്ങളാകട്ടെ, അടിസ്ഥാനപരമായി ഇവരല്ല എന്റെ ശത്രു, അവന്റെ പിന്നിൽ അവരെ ഉപയോഗിക്കുന്നവരാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന നാളുകളായി, അതിന് പരിശീലനം ലഭിക്കുന്ന നാളുകളായി നോയമ്പ് കാലം മാറട്ടെ. അതിന് ദൈവാത്മാവേവരെയും പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ശിരസ്സ് നമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കാൻ ഞാനിനി ദൈവത്തിൻ പൈതലായി ജീവിക്കാൻ ഞാനിനി. കരുണാസമ്പന്നനായ തമ്പുരാനെ, അനുഗ്രഹീതമായി സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതിനായി അങ്ങേക്ക് നന്ദി. ദൈവമേ, അവിടുത്തെ അമിത ബലത്തിൽ ശക്തിപ്പെടാനുള്ള ആ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത് എന്ന ബോധത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അതിന്റെ മേൽ അവിടുത്തെ ബലമുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ അവിടുന്ന് ഇടപെടുമ്പോൾ അസാധ്യമെന്ന് കരുതിയതിന്റെ മേൽ സാധ്യതയുടെ വലിയ അനന്തമായ അനുഭവങ്ങൾ ഉണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. സാത്താനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ ജീവിതം എന്ന അവബോധം ഞങ്ങൾക്ക് നൽകണമേ. അവനോടുള്ള പോരാട്ടം തന്ത്രപൂർവമാണെന്ന വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ തന്ത്രപൂർവമായ സമീപനങ്ങളെ ശ്രദ്ധയോടെ ചെറുക്കാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വായ്ക്ക് കാവൽക്കാരനെയും ഞങ്ങളുടെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം സാത്താനെ തിരിച്ചറിയാൻ, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള കാവൽക്കാരെയും അവിടെ നിന്ന് നിയമിക്കണമേ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, സാത്താനെതിരെ സർവായുധവർഗം ധരിപ്പാൻ സത്യം, നീതി, സുവിശേഷം, വിശ്വാസം, രക്ഷ, പ്രാർത്ഥന, സ്ഥിരത തുടങ്ങിയ ആ ദൈവാനുഭവങ്ങളെ വഹിച്ചുകൊണ്ട് തമ്പുരാനെ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ആയുധ ശേഖരണത്തിന്റെ നാളുകളായി ഈ നോയമ്പ് കാലത്തെ അവിടുന്ന് പരിണമിപ്പിക്കണമെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങളോട് സംവദിച്ചതിനായി സ്തോത്രം, ഇടപെട്ടതിനായി നന്ദി. അതായത് ദൈവമാതാവായ വിശുദ്ധ പറയാമയുടെ ശേഷ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. ആ സമയത്ത് തന്നെ സ്തോത്ര കാഴ്ച എടുക്കുന്നതാണ്. കാരണം നമുക്കറിയാം ഇക്കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തിക ചെലവുകൾ ഉണ്ട്. ഒരു പിരിവ് ഇതിൻ്റെ പേരിൽ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സഹകരണം അതിൽ കാണണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു.
ഇപ്പോൾ ഗാന ശുശ്രൂഷ. പാഠ്യപുസ്തകത്തിലെ 4-ാമത്തെ ഗാനം അന്ത്യകാല അഭിഷേകം എന്ന് തുടങ്ങുന്ന ഗാനം.
മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. പ്രിയ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏകദിന മേഖല കൺവെൻഷനാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആരംഭിച്ച് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ഫീലൊന്നും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ഈ കൺവെൻഷൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രാരംഭം തുടങ്ങുന്നത് ഇതുപോലൊരു പ്രാർത്ഥനായോഗത്തിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കോമയ്ക്കൻ കമ്മിറ്റി അംഗം പറഞ്ഞു വെച്ചാൽ നമുക്ക് 2 യൂണിറ്റ് കൂടി ഇതുപോലത്തെ വലിയ കൺവെൻഷനൊക്കെ ഒത്തിരി സാമ്പത്തിക ചെലവ്, കാരണം മുറ്റത്ത് ആരുടെയും ഒരു മുറ്റത്ത് വെച്ച് നമ്മുടെ 2 യൂണിറ്റിൻ്റെ കസേരകളൊക്കെ ഇട്ട് 2 യൂണിറ്റിൻ്റെ മൈക്ക് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ നടത്തിയാലോ. അതാണ് വളർന്ന് ഇന്ന് ഇത്രമാത്രം വളർച്ചയിൽ എത്തിയത്. എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തത പുലർത്തുവാനാണ് ഇതിന്റെ സംഘാടകര് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ നോട്ടീസ് അടിക്കുമ്പോൾ അതിന്റെ ഒരു തലവാചകം വ്യത്യസ്തമായിരിക്കണം എന്ന് കണ്ടുകൊണ്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ധ്യാനിച്ച ഒരു വേദഭാഗം വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സ്വാഗതം പറഞ്ഞപ്പോൾ ആ വാക്ക് ഉച്ചരിച്ചു. ഇന്ന് ഈ വചനം കേട്ട് ഇറങ്ങുമ്പോഴാണ് ആ വാക്കിന്റെ അർത്ഥവും ആഴവും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. നമ്മളെല്ലാവരും വായിച്ചു പോയിട്ടുള്ള ഒരു വേദഭാഗം, ആ വേദഭാഗത്തിന്റെ അർത്ഥതലങ്ങൾ, അതിന്റെ ആഴങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട വള്ളിക്കാട്ടിൽ അച്ഛൻ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ വിശ്വാസം കർത്താവ് പിതാവാം ദൈവത്തിന്റെ വലഭാഗെ സ്ഥലമൊരുക്കുവാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് നമ്മെ നയിക്കുന്നതെന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ ഭൗതികതയും ആത്മീയതയും രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു പക്ഷേ ഒന്ന് മാറി നിൽക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. എന്നാൽ ആ സർവായുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ആത്മീയതയും ഭൗതികതയും ഒക്കെ ഒത്തൊരുമിച്ച് വരുന്നത്. അവിടെയാണ് ഈ വചനം കേട്ട, ഇന്നത്തെ ഈ പ്രസംഗം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന ആ ഒരു അർത്ഥം ഏറെ അനർത്ഥമാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് വള്ളിക്കാട്ടിലച്ഛനോടുള്ള ഇടവകയുടെ എല്ലാ സന്തോഷവും നന്ദിയും ഇപ്പോൾ അറിയിക്കുന്നു. നമുക്കറിയാം, ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചിന്തയിൽ നിന്നും വലിയ ഫലത്തിലേക്ക് എത്തിച്ചേർന്നതാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നറിയാം. അതിൽ എല്ലാവരും പങ്കാളികളാണ്. ബഹുമാനപ്പെട്ട വികാരിയായിരിക്കുന്ന ബോബി വർഗീസ് അച്ഛൻ, സഹവികാരിയായിരിക്കുന്ന ബില്ലച്ചൻ, പള്ളിയിലെ ട്രസ്റ്റിമാര്,
സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ കുടുംബ യൂണിറ്റുകൾ, സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റും സെന്റ് ജേക്കബ് കുടുംബ യൂണിറ്റും, അതിലെ കമ്മിറ്റി അംഗങ്ങളും കുടുംബ യൂണിറ്റ് ഭാരവാഹികളും എല്ലാവരും ഒത്തൊരുമിച്ച് എടുത്ത ഒരു വലിയ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നത്. നമ്മുടെ പള്ളിയെ ഒന്ന് ഹൃദയഭാഗത്ത് വെച്ചുകൊണ്ട് പൗരോസ്ത്യ സഭയുടെ നമ്മുടെ വാഴുകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കുന്നത്? കിഴക്ക് നിന്ന്, അല്ലേ? തൃക്കൽത്തൂർ കൺവെൻഷൻ കഴിഞ്ഞു. ഇനി അടുത്ത കിഴക്ക് കഴിഞ്ഞ പിന്നെ എങ്ങനെയൊക്കെയാണ്? നമ്മുടെ പടിഞ്ഞാറ് ഐരാപുരം കൺവെൻഷൻ കഴിഞ്ഞു. ഇനി എവിടെയാ? തെക്കാണോ വടക്കാണോ? വടക്ക് കൂഴൂർ കൺവെൻഷൻ കഴിഞ്ഞു. ഇനി തെക്കാ ഉള്ളത്. ചെറുനെല്ലാടും നെല്ലാടും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലത്തെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വിടരട്ടെ എന്ന്, ചെറിയ ചിന്തകൾ വലിയ തലത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിന് മുമ്പ് ഇതുപോലെ വചനങ്ങൾ എല്ലാം കേൾക്കുവാനുള്ള ഒരു അവസരങ്ങളെ നമ്മൾ എപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യമുണ്ട്, അവരെ പോലെ നാമും ഒരു സത്വാർത്ഥമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നമ്മുടെ വിശ്വാസത്തിൽ കേട്ട വചനങ്ങളെല്ലാം അത് വിശ്വാസമായിട്ട് ശ്രേഷ്ഠമായിട്ട് പരിണമിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പരിശുദ്ധാത്മാവിനെ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ നന്ദി പറയുവാൻ ഒത്തിരി പേരുണ്ട്. ഇതിന്റെ വൈദികരായിട്ടുള്ള ചുമതലക്കാര്, അതുപോലെ നമ്മുടെ സമീപ ഇടവകയ വടഞ്ചരകര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിനീത് തോമസ് അച്ഛൻ, മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ഇടവാംഗമായിരിക്കുന്ന ഷമാശൻ, എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഭവനം, 2 ഭവനത്തിന്റെ മുറ്റമാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഈ ഭവനം ഒരുക്കി തന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ചേട്ടനാണ്. ബോമയ്ക്കലെ കുര്യാക്കോസ് ചേട്ടനോടുള്ള, അവരുടെ കുടുംബത്തോടുള്ള, ആ കുടുംബം എല്ലാത്തിലും ഉണ്ട്, അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതിന്റെ ചെലവ് കാര്യങ്ങളെല്ലാം വഹിക്കുന്നത് 2 കുടുംബ യൂണിറ്റില് വലിയ പിരിവുകളോ അങ്ങനെയുള്ള ഉച്ചകളോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ശാന്തമായി മീറ്റിങ്ങുകൾ കൂടുകയും ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ എല്ലാവരും. നാട്ടുകാരായിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാവരും സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, 2 യൂണിറ്റിലെ മൈക്ക് സെറ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആ ആവേശത്തിൽ നമ്മൾ മൈക്ക് സെറ്റ് പുറത്തുനിന്നെടുത്തു. ആൻമരിയ ലൈറ്റ് ആൻഡ് സൗണ്ട് കീഴിലും അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഇതിന്റെ കൺവീനേഴ്സ്, സെന്റ് ജോസഫ് സെന്റ് ജേക്കബ് കുടുംബ യൂണിറ്റിലെ കമ്മിറ്റി അംഗങ്ങൾ, അവരോടുള്ള കൺവീനേഴ്സ് ആണ് അവർ രണ്ടുപേരും. നമ്മുടെ 2 എൽദോമാര്, കമ്മിറ്റിയിലുള്ള 2 എൽദോ പീറ്റർ, എൽദോ മാത്യു ബോമയ്ക്കല്, 2 പേരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബ യൂണിറ്റിലെ 2 സെക്രട്ടറിമാര്, ശലോമി ചേച്ചിയുണ്ട്, ലിയ, അതുപോലെ ജോയിന്റ് സെക്രട്ടറിമാര്, അതുപോലെ ട്രഷറർമാര്, അവരെല്ലാം വൈസ് പ്രസിഡന്റുമാര് എല്ലാവരും അതിന് വേണ്ടി സഹായിച്ചു, സഹകരിച്ചു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ അച്ഛൻ ഓർപ്പിച്ച ഗായക സംഘം ഇവിടെ തന്നെ സ്വയമായിട്ട് രൂപപ്പെടുത്തി എടുത്തതാണ്. നിങ്ങൾ ആ പാട്ടുകളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും. പക്ഷേ ആ പാട്ടുകളിൽ പാടും നമ്മുടെ ഗായക സംഘത്തിലുള്ളതെല്ലാം പുതിയ മുഖങ്ങളാണ്. പ്രത്യേകിച്ച് അതിന്റെ മുമ്പിൽ നിന്ന 2-3 പെൺകുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു. ആ പാട്ട് പാടുമ്പോൾ അതിൽ ഓരോ വരികളിലും അവരുടെ എക്സ്പ്രഷൻ ഉണ്ട്. അദാനിയും അതുപോലെ തന്നെ എവലിനും, നമ്മുടെ കട്ടക്കായ ബേസിലിന്റെ മോൾ, അവരുടെ പേര് കറക്റ്റ് അറിയാൻ പാടില്ല, ഇവരൊക്കെ അവരുടെ ആ ഓരോ വരികളും അതിൻ്റെ അകത്ത് അവരുടെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഗായക സംഘത്തോടുള്ള എല്ലാ സന്തോഷവും ഇനിയും ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പാടുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അവരോട് നന്ദി അറിയിക്കുന്നു. ഇമ്മാനുവൽ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തകര് ഇതിനുവേണ്ടി ഓരോ കൺവെൻഷന് വേണ്ടിയും അവരുടെ ഒരു വലിയൊരു അധ്വാനമുണ്ട്. ഇമ്മാനുവൽ സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ഇടവകയുടെ പേരിൽ, ഈ കൺവെൻഷന്റെ പേരിൽ
പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. അതും നൽകുന്നത് ഈ 2 യൂണിറ്റുകളിലുള്ള വ്യക്തികളൊക്കെ ചേർന്നിട്ടാണ്. ആ കഞ്ഞി നേർച്ചയായിട്ട് വഴിപാടായിട്ട് നൽകിയിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവസന്നിധി ഓർക്കുന്നു. അവരുടെ വഴിപാടുകൾ കർത്താവിന്റെ സന്നിധി സ്വീകാര്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഞാൻ അത് ഓർപ്പിച്ചതുപോലെ 2 കുടുംബ യൂണിറ്റുകൾ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റുള്ള ഇടവകളിൽ നിന്ന് ഈ ദേശത്തുള്ള ദേവാലയങ്ങളിലെ ഇടവകങ്ങളൊക്കെ ഈ കൺവെൻഷന് കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഗായക സംഘത്തിന് പാട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് ക്രമീകരിച്ചത് കൊല്ലംകുടിയിൽ രവിച്ചേട്ടൻ്റെ ഭവനമാണ്. ആ ഭവനത്തോടുള്ള സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കാം. അതിന് ശേഷം കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. പണ്ടത്തെ എല്ലാ കൺവെൻഷനും പോലെ വണ്ടികളുടെ ലിസ്റ്റോ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും കഞ്ഞി കുടിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകാം. ഏത് വിത്താണ് നമ്മുടെ ഉള്ളിൽ വളരുന്നതെന്ന് നമുക്ക് സൂക്ഷിച്ച് പരിശോധിച്ചുകൊണ്ട് ഈ വലിയ നോമ്പിനെ നമുക്ക് പ്രാപിക്കാം. നമുക്ക് കയറി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും കുടിക്കുവാനുള്ള വെള്ളം, അതുപോലെ കുട്ടികളായിട്ടുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ യോഗത്തോടുള്ള താല്പര്യത്തെ പ്രതി നമ്മുടെ ഒരു യൂണിറ്റ് അംഗം വഴിപാടായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അമിത താല്പര്യത്തിൽ അദ്ദേഹം തന്നെ പോയി മേടിച്ച് നേരത്തെ കൊണ്ടുവന്ന് ഇവിടെ തന്നതാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം. പേര് പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പേര് പറയാത്തത്. ഇതിൻ്റെ ഒരുക്കമായിട്ട് 2 ദിവസം മുമ്പേ പുള്ളിയെല്ലാം അത് ക്രമീകരിച്ച് വളരെ താല്പര്യത്തോടെ. മറ്റേ കാര്യം, നമ്മൾ കുടിവെള്ളം തന്ന കുപ്പി അതിലൊന്നും വലിച്ചെറിയരുത്. അവിടെ എല്ലാവരുടെ സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഇടണം. നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നവർ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇവർ ഈ വീട് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കി തന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടവരരുത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളൊന്നും വലിച്ചെറിയരുത്. എല്ലാവർക്കും കഞ്ഞി അവിടെ ഒരു കൗണ്ടറായിട്ട് ക്രമീകരിച്ച് ബൊഫയാണെന്ന് നമുക്കറിയാമല്ലോ. അല്ലാതെ ഇരുത്തി കൊടുക്കാനുള്ള സൗകര്യമില്ല. ഇങ്ങനെ സൈഡിൽ കൈ കഴുകാനുള്ള വെള്ളവും പൈപ്പും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. റോഡിലേക്ക് വെക്കാത്തത് വാഹനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുക. കഞ്ഞി ലൈനായിട്ട് വന്ന് വാങ്ങിച്ച് എവിടെയാണോ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഞ്ഞി കഴിച്ച് ആ പാത്രം കഴുകി അങ്ങ് തിരികെ ഏൽപ്പിച്ചാൽ അത് പള്ളിയിലേക്ക് തിരികെ കൊണ്ടുപോകാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഭംഗിയായിട്ട് അതിൽ സഹകരിക്കണം. ആ കാര്യത്തിൽ ഇതുവരെ നിങ്ങൾ കാണിച്ച സഹകരണം ബാക്കിയുള്ള കാര്യത്തിലും ഉണ്ടാകണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നാളെ പള്ളിയിൽ വെച്ച് വിതരണ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ക്രമീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പള്ളിയിലെ അനൗൺസ്മെൻറ്റ് വഴി നിങ്ങളെ ആ കാര്യം അറിയിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട വിവേക് വർഗീസ് അച്ഛൻ, അതായത് MGSൻ്റെ ജനറൽ സെക്രട്ടറി അച്ഛനാണ് നാളെ 2ാമത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അതിനെ തുടർന്ന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതും. അപ്പോൾ യുവജനങ്ങളെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. യുവജനങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും അതിൽ വന്ന് പങ്കെടുക്കാം. അപ്പോൾ യുവജനങ്ങളെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ അത് നഷ്ടപ്പെടുത്താൻ ഇടയാകാതെ എല്ലാ യുവജനങ്ങളും അത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നുള്ളൊരു ബോധ്യം ഉണ്ടായി എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. യുവജനങ്ങളും അതോടൊപ്പം മറ്റുള്ള ആളുകളും അതിൽ വന്ന് പങ്കെടുക്കണം. കുർബാനയ്ക്ക് ശേഷം കഞ്ഞി കുടിച്ചതിന് ശേഷം ഉടനെ തന്നെ ക്ലാസ് ആരംഭിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും അത് ഒന്ന് പങ്കെടുക്കണം. ഇത്രയും ഇതിൽ സഹകരിച്ച് ഇന്ന് വന്നു ചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ആശീർവാദം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രന്റെ ശ്രീപാടി മാറിച്ചുകൊള്ളണം. ശുദ്ധമുള്ള റോഹ, ശുദ്ധമുള്ള കുടിയിൽ ഞങ്ങളെ ചുമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരമൊക്കെ കാലമൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ജനങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാവിലൂടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടി ഇപ്പോഴെല്ലാം എപ്പോഴും നീക്കുണ്ടായിട്ട് പറയട്ടെ. ആമേൻ.
ലൈനായിട്ട് പോയി നമുക്കവിടെ കഞ്ഞി സ്വീകരിക്കാവുന്നതാണ്.